ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയുടെ വിനീതമായ നമസ്കാരം. ഗൗരഭാഗവതം ഇന്നലെ അവസാനിച്ചു. പക്ഷെ എന്നാലും അവസാനിച്ചില്ലെന്ന് പറയാം നമുക്ക്. കാരണം ഇന്നും നാളെയായിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ശിക്ഷണങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്ക് പ്രണാമ മന്ത്രങ്ങൾ ഒരുവിടാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സാഗരരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിത ശ്രീവിശാഖാന്വിതം ശ്യാം. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനി നമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകൃതാദാവതായ നഗരഗ്രാമധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനെ ശ്രീഭാഷവാനവീ ദേവി ദേദായ കൃപാന്തേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണി സിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗൗരായ ഗൗരാവിർഭാവഭൂമേ സ്വം നിർദ്ദേശ സജ്ജനപ്രിയ വൈഷ്ണവ സർവോമ ശ്രീജനോദായതേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരതീസുരം പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം പ്രണാമി ഭക്തശക്തി. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയനാം സുരതോ ഭംഗോ മമ മന്ദമതീർഗതി മത്സർവസ്വപാദാം ഭോജോ രാധാ മദനമോ ദിവ്യത് വൃന്ദാരണ്യകൽപദ്രുപദ ശ്രീമദ് രത്നാകരന സിംഹാസനസ്ഥ ശ്രീമദ് രാധാ ശ്രീമദ് ഗോവിന്ദ ദേവോ പ്രേഷ്ഠാലുപി സേവ്യമാനോ സ്മരാമി. ശ്രീമന്ദാസനസാരംഭി വംശീ ഭട്ടസ്ഥിത കർഷൻ വേണുസ്മനേ ഭൂതേൽ ഗോപിനാഥ സുമസ്ത തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരവത്. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. मुगं करोति वाचालं भङ्गं लङ्कायति गिरिं यत्कृपादमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं ശ്രീചൈതന്യേശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച തുടങ്ങാം. എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത. ഗൗർപൂർണിമ കഴിഞ്ഞിട്ട് നമ്മൾ മഹാഭാരതം തുടങ്ങുന്നതായിരിക്കും. നമ്മൾ പല പ്രാവശ്യം മഹാഭാരതം തുടങ്ങിയിരുന്നു. പിന്നെ വേറെ ഓരോ ഉത്സവങ്ങൾ വരുമ്പോൾ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ എന്തായാലും ചെയ്യണമല്ലോ.
അന്നേരം ഗോർ പൂർണിമ 14-ാം തീയതി. അന്നേരം ഇന്നും നാളെയും ഗോർ പൂർണിമ ദിവസവും നമ്മൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിക്ഷണങ്ങളായിരിക്കും ചർച്ച ചെയ്യുന്നത്. 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെ നമ്മൾ മഹാഭാരതം ചർച്ച ചെയ്യും. 22-ാം തീയതി മുതൽ 30-ാം തീയതി വരെ വൃന്ദാവന യാത്രയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഒരു ഗ്യാപ്പ് വരും. കാരണം ഏപ്രിൽ മാസം നമ്മൾ എത്തിക്കഴിഞ്ഞ രാംനവമിയാണ് 6-ാം തീയതി. അന്നേരം രാംകഥ, ശ്രീരാമസ്വാമിയുടെ രാമായണം, ഭഗവാന്റെ രാമായണം നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കുറച്ച് ഗ്യാപ്പ് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ മഹാഭാരതം ചർച്ച തുടരുന്നതായിരിക്കും. അന്നേരം മഹാഭാരതം കംപ്ലീറ്റ് ആവുന്നവരെ നമ്മൾ മഹാഭാരതത്തിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഓർമ്മയുണ്ടോ നമ്മൾ എവിടം വരെയാണ് മഹാഭാരതം ചർച്ച ചെയ്തതെന്ന്? നമുക്ക് കമൻസിലിടാം. ഇതുവരെ നമ്മൾ എവിടം വരെയാണ് മഹാഭാരതം ചർച്ച ചെയ്തതെന്ന് ഭക്തർക്ക് ഓർമ്മയുണ്ടോ? കമൻസിലിടൂ. വിരാട് യുദ്ധം വരെയായിരുന്നു അല്ലേ? കീചകവധം അതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി വിരാട് യുദ്ധത്തിന് ശേഷം അവർ തിരിച്ചവരുടെ രാജ്യം ചോദിക്കാനായിട്ട് പോകുന്ന ആ ഒരു ഭാഗം, എല്ലാ രാജാക്കന്മാരും 2 ഭാഗത്തായിട്ട് തിരിയുന്നു. ധൃതരാഷ്ട്രയുടെ സന്ദേശം, പിന്നെ ഭഗവാൻ ശാന്തി ദൂതനായിട്ട് പോകുന്ന, അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ ഇനി നമുക്ക് കവർ ചെയ്യാനുള്ളത് ഏകദേശം ഒരു 40ഓളം അധ്യായങ്ങൾ ഇനി ബാക്കിയുണ്ട് കംപ്ലീറ്റ് മഹാഭാരതം തീരാനായിട്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നു ഭഗവാൻ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് പതിനാലാം തീയതി ഗോർ പൂർണിമ കഴിഞ്ഞ് 15-ാം തീയതി മുതൽ നമ്മൾ മഹാഭാരതം ആരംഭിക്കുകയാണ്. അന്നേരം ഇതേ രീതിയിൽ രാവിലെയും വൈകിട്ടുമായിട്ട് നമ്മൾ മഹാഭാരതം ചർച്ച ചെയ്യും. ഉച്ചയ്ക്കും സാധ്യതയുണ്ട് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട്. അങ്ങനെ മാക്സിമം സ്പീഡായിട്ട് നമ്മൾ മഹാഭാരതം കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അന്നേരം വൃന്ദാവൻ യാത്രയ്ക്കിടയിൽ നമുക്ക് 7 ദിവസം നമുക്ക് കിട്ടുകയാണ് മഹാഭാരതം ചർച്ച ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഒരു 3 അധ്യായം വെച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്താലും, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു 21ഓളം അധ്യായം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ബാക്കി പിന്നെ ഒരു 20 അധ്യായങ്ങളോളം ഉണ്ട്. അത് നമുക്ക് അടുത്ത എപ്പോഴാണെന്ന് വെച്ചാൽ ഭഗവാൻ അനുവദിക്കുന്ന അത് സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ മഹാഭാരതം കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്താണ് എല്ലാവരുടെയും അഭിപ്രായം? കമൻസിൽ പറയാം. അപ്പോൾ ഗോർ പൂർണിമ കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ രാവിലെ മഹാഭാരതം നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട്. ഇനി അങ്ങോട്ട് യുദ്ധത്തിൻ്റെ ആ ഒരു കാലഘട്ടമാണ് കാണിക്കുന്നത് കേട്ടോ. എല്ലാവരും എന്താ പറയുന്നത്? മഹാഭാരതം നമുക്ക് ചർച്ച ചെയ്യാം അല്ലേ? എന്നിട്ട് പിന്നെ ഏപ്രിൽ 1 മുതൽ രാമായണം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് മഹാഭാരതത്തിലേക്ക് എത്താം. എന്നിട്ട് മഹാഭാരതം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്ന് കരുതുന്നു അല്ലേ? മഹാഭാരതം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലേക്ക് കിടക്കാം. എന്ത് പറയുന്നു? അതോ നാരായണീയത്തിലേക്ക് പോകുന്നു? എന്താണ് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം?
നാരായണീയം നമ്മൾ എവിടം വരെ കംപ്ലീറ്റ് ചെയ്ത ഭക്തർക്ക് ഓർമ്മയുണ്ടോ? നാരായണീയം ഏത് ദശകം വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്? അമ്പത് ദശകം വരെ കഴിഞ്ഞു എന്ന് തോന്നുന്നല്ലേ? എന്ത് പറയുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കമൻസിലിടൂ. നാരായണീയം ഏത് ദശകം വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? ദശകം 50 വരെ അല്ലേ? കറക്റ്റ്. ലളിത മാതാജി, ദശകം 50 വരെയുള്ള ഓഡിയോസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? കമൻസിലിടൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 51ാമത്തെ ദശകം മുതൽ ആരംഭിക്കാം. മഹാഭാരതം കംപ്ലീറ്റ് ആയതിനു ശേഷം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടായിട്ട് നമുക്ക് നാരായണീയം ചർച്ച ആരംഭിക്കാം. ലളിത മാതാജി 50 വരെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? കമൻസിലിടും പെട്ടെന്ന്. ഓക്കെ. അന്നേരം നാരായണീയം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ്ലി നമ്മൾ ഭാഗവത തത്വങ്ങളിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. അന്നേരം മഹാഭാരതവും നാരായണീയം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ്ലി ഭാഗവത്തിൽ ഫോക്കസ് ചെയ്യാം. ഭാഗവത തത്വങ്ങൾ നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? അങ്ങനെയാണ് പ്ലാൻ. അന്നേരം ഭാഗവത തത്വങ്ങളും രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം ഭാഗവത തത്വങ്ങൾ. അന്നേരം നമ്മൾ അപ്പോൾ ഭഗവാന്റെ കാരുണ്യത്താൽ നമുക്ക് ഏപ്രിലോടുകൂടി മഹാഭാരതം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് മെയ് മാസത്തോടു കൂടി നമുക്ക് നാരായണീയം കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ്ലി ശ്രീമദ് ഭാഗവതം നമുക്ക് ഭാഗവത തത്വങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യാം. ഓക്കെ, ഇതാണ് വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നൊരു മെയ് ജൂൺ ജൂലൈയോടുകൂടി ഭാഗവത തത്വങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ബൽറാം ജയന്തിയോടുകൂടി ഭാഗവത സപ്താഹം. അന്നേരം ഭാഗവത തത്വങ്ങൾ കഴിഞ്ഞൊരു ഭാഗവത സപ്താഹം കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് ഭാഗവതത്തെക്കുറിച്ചൊരു കംപ്ലീറ്റ് ഒരു നല്ലൊരു ധാരണ കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട രാധാറാണിയുടെ രാധാഷ്ടമി വരികയാണ് ഓഗസ്റ്റിലായിട്ട്. ഓക്കെ, നമുക്ക് ചർച്ച തുടരാം. എന്തായാലും ഒരുപാട് ഇനിയും കടമകൾ കടക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മുടക്കൊന്നും വരത്തില്ലെന്ന് നമ്മൾ വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇനി ഭഗവാന്റെ എന്തെങ്കിലും ഒരു മുടക്കം വന്നാൽ അത് ഭഗവാന്റെ സേവനം തന്നെയാണ്. അതുകൊണ്ട് സേവനവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതുകൊണ്ടാണ് ഇടയ്ക്ക് സത്സംഗം മുടങ്ങുന്നത്. അതെല്ലാവർക്കും അറിയാം അല്ലേ? ഹരേ കൃഷ്ണ. ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഗൗരഭാഗവത്തെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു? കാരണം ഈ ഗൗരഭാഗവതം
നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, ചൈതന്യ മഹാപ്രഭു ആരാണെന്ന് മനസ്സിലാകണമെങ്കിൽ ഇന്നും നാളെയും മറ്റന്നാളും നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. അന്നേരം നമ്മൾ ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇതൊരു ബുക്കാക്കും നമ്മൾ, ഗൗരവ് ഭാഗവതം എന്ന്. അന്നേരം ആ ബുക്കിൻ്റെ അവസാനത്തെ ഭാഗത്ത് ഈ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിക്ഷണങ്ങളും കാണും. ഓക്കെ, ലളിതമതി നോട്ട് ചെയ്തല്ലോ അല്ലേ? അതായത് ഇന്നും നാളെയും മറ്റന്നാളും നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഗൗരവ് ഭാഗവത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും. ഓക്കെ, ഇന്ന് മുതൽ നമ്മുടെ സത്സംഗം 3 നേരങ്ങളിലായിരിക്കും. ഇപ്പോൾ രാവിലെ 6 മണിക്ക്, ഉച്ചയ്ക്ക് എത്ര മണിക്ക് വയ്ക്കാം? 2 മണി ഓക്കെ ആണോ എല്ലാവർക്കും? അന്നേരം രാവിലെ 6 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണി, വൈകുന്നേരം 6 മണി. എല്ലാവരും ഓക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തുകൂടാം. കമൻസിൽ പറയൂ. അന്നേരം ഇന്ന് രാവിലെ നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഉച്ചയ്ക്ക് ചർച്ച ചെയ്യുന്നത്, വൈകുന്നേരത്ത് ചർച്ച ചെയ്യുന്നത് എല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവരും നോട്ട് ചെയ്യണം കേട്ടോ. കാരണം ലളിതാമതി നോട്ട് ചെയ്തോ? അതായത് ഇന്നും നാളെയും മറ്റന്നാളും കൂടെ ചർച്ച ചെയ്യുന്നത് അതും ഗൗരവ ഭാഗവത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം കേട്ടോ. ഓക്കെ, ചൈതന്യ മഹാപ്രഭുവിനെക്കുറിച്ച്, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിക്ഷണങ്ങളെക്കുറിച്ച് നമ്മുടെ ശ്രീല പ്രഭുപാദ്ജി ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, ടീച്ചിങ്സ് ഓഫ് ലോർഡ് ചൈതന്യ. സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ച ബുക്കുകളിൽ വെച്ച് ഏറ്റവും ടഫസ്റ്റ്, ഏറ്റവും ആഴത്തിലും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് ടീച്ചിങ്സ് ഓഫ് ലോർഡ് ചൈതന്യ. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിക്ഷണങ്ങൾ എന്ന് പറഞ്ഞ്, അത് മലയാളത്തിൽ വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. പക്ഷെ അതിനെ ചുരുക്കി ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജീവിതവും ശിക്ഷണങ്ങളും എന്ന് പറഞ്ഞ് ചെറിയൊരു ബുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മാസ്റ്റർ പീസാണ് പ്രഭുപാദ്ജിയുടെ. ഈ ഒരു ബുക്കിലൂടെ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ ഒരു ലെവൽ എന്താണെന്നും നമ്മുടെ ബ്രഹ്മ മാധവ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിൻ്റെ ലെവൽ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്നത്തെ രാവിലത്തെ, ഉച്ചയ്ക്കലത്തെ, വൈകുന്നേരത്തെ ക്ലാസ്, നാളത്തെയും ഗോർപൂർണ്യം വരെയുള്ള ക്ലാസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങളുടെ ബുദ്ധി വളരെ സ്ട്രോങ് ആവും. മായ പ്രലോഭനങ്ങൾക്ക് എതിരെ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും. ഭഗവാന്റെ തൃപ്പാദങ്ങളെ കൂടുതൽ ആശ്രയിക്കാൻ കഴിയും. അതുകൊണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം ഈ ഒരു ഗ്രന്ഥം പ്രഭുപാദ്ജി എഴുതിയത് 1960-കളിലായിരുന്നു. അന്നേരം ചൈതന്യ ചരിതാമൃതത്തിൽ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി എഴുതിയ, അതായത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലകളിൽ എന്തൊക്കെ നടന്നു എന്ന് ചരിതാമൃതം എഴുതിയ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയാണ്. അന്നേരം അതിലെ 5 സെക്ഷൻസ് ഉണ്ട്. അതിൽ മഹാപ്രഭു പല പല ഭക്തർക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന 5 കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്ന്, ചൈതന്യ മഹാപ്രഭു രൂപ ഗോസ്വാമിക്ക് പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങൾ. ചൈതന്യ മഹാപ്രഭു സനാതൻ ഗോസ്വാമിക്ക് പഠിപ്പിച്ചു കൊടുത്ത കാര്യം. ചൈതന്യ മഹാപ്രഭു പ്രകാശാനന്ദ സരസ്വതി, സർവഭൗമ ഭട്ടാചാര്യ, രാമാനന്ദറായ്. ഈ 5 ഭക്തർക്ക് മഹാപ്രഭു അവർക്ക് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഈ ഒരു ഗ്രന്ഥത്തിൽ വരുന്നത്. ആരോടൊക്കെ? രൂപ ഗോസ്വാമി, സനാതൻ ഗോസ്വാമി, പ്രകാശാനന്ദ സരസ്വതി, സർവഭൗമ ഭട്ടാചാര്യ, രാമാനന്ദറായ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഗ്രന്ഥമാണ്. ഈ ഒരു ഗ്രന്ഥത്തിൽ 32 അധ്യായങ്ങളുണ്ട്. ഇത് ആഴത്തിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ എത്രയോ ദിവസങ്ങളോളം നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ഗഹനമായിട്ടുള്ള പഠനമാണ് ഇതിൽ. എന്നിട്ട് ഈ ഒരു ഗ്രന്ഥത്തിൻ്റെ ഈ ഒരു ശിക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്
നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളും, പ്രഭുപാദജി എഴുതിയ എല്ലാ ഗ്രന്ഥങ്ങളും, ഈ ഒരു ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനം, കാരണം പ്രഭുപാദജി എഴുതിയത് ഗോസ്വാമിമാരുടെ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനം, ഗോസ്വാമിമാർ എഴുതിയത് മഹാപ്രഭുവിൽ നിന്ന് ലഭിച്ച ഈ ശിക്ഷണങ്ങളിലൂടെയാണ്. അന്നേരം പല പല തത്വങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? എന്തു പറയാം, നിർവിശേഷ അദ്വൈതം, സവിശേഷ അദ്വൈതം, വിശിഷ്ട അദ്വൈതം, അന്നേരം ദ്വൈത അദ്വൈതം, പിന്നെ ദ്വൈതം, അതിലെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ശിക്ഷണം എല്ലാ സിദ്ധാന്തങ്ങളെയും, അതായത് വേദാന്തങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? പല പല വേദാന്തങ്ങളുടെ പല പല സ്കൂളുകളുണ്ട്. വേദാന്തം പഠിപ്പിക്കുന്ന 6 തരത്തിലുള്ള ന്യായങ്ങൾ നമ്മൾ പഠിച്ചു, ഓർമ്മയുണ്ടോ? അതൊക്കെ മറന്നുപോയോ? അതിൽ വേദാന്തമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാരണം കർമ്മമീമാംസ, ന്യായ, പതഞ്ജലി, ഓർമ്മയുണ്ടോ? അന്നേരം ഇതിൽ ഈ 5 ഫിലോസഫി വ്യാസമഹർഷി ശിഷ്യർക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ വ്യാസമഹർഷിക്ക് ഒരു തൃപ്തി ഒന്നുമില്ല. അവസാനം വേദാന്തം എഴുതുകയാണ്. ആ വേദാന്തത്തെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം വേദാന്ത സൂത്രം എഴുതിയത്. അതായത് എല്ലാവിധ ശാസ്ത്രങ്ങളുടെയും ലക്ഷ്യം എന്താണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരാനായിട്ട്. അന്നേരം ആ വേദാന്തത്തെക്കുറിച്ച് പല പല സിദ്ധാന്തങ്ങൾ വന്നു. അന്നേരം ഏറ്റവും അൾട്ടിമേറ്റ് സിദ്ധാന്തം ചൈതന്യ മഹാപ്രഭുവിന്റെ സിദ്ധാന്തമാണ്. അതിൽ ബാക്കി അദ്വൈതവും വിശിഷ്ട അദ്വൈതവും സവിശേഷ അദ്വൈതം, ദ്വൈത അദ്വൈതം എല്ലാം ഉൾപ്പെടുന്നുണ്ട്. എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്. അതിനെയെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. അത് വളരെ ലോജിക്കലി കൺവിൻസ് ആവുന്നതാണ്. എല്ലാവർക്കും ഒരുപാട് കൺഫ്യൂഷൻ ദൂരെയാക്കുന്നതാണ്. എല്ലാവരുടെയും കൺഫ്യൂഷൻ എന്താണ്? സംബന്ധ അഭിധേയ പ്രയോജനം. സംബന്ധം എന്താണെന്ന് അറിയത്തില്ല, അഭിധേയം എന്താണെന്ന് അറിയില്ല, പ്രയോജനം. ഇത് ഓരോ ആചാര്യന്മാരും ഒരു വ്യത്യസ്ത രീതിയിലായിട്ട് പറയുന്നതായിട്ട് നമുക്ക് തോന്നും. എന്താണ് സംബന്ധ? അതായത് നമ്മൾ ആരാണ്, നമ്മളും ഈശ്വരനുമായിട്ടുള്ള ബന്ധം എന്താണ്, ഈശ്വരൻ ആരാണ്, ഈശ്വരന്റെ അടുത്തേക്ക് നമ്മൾ എങ്ങനെ തിരിച്ചെത്തുന്നത് എവിടെയായിരിക്കും, അങ്ങനെയുള്ള ഈ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് പല പല ആചാര്യന്മാരും പല രീതിയിലായിരുന്നു നൽകിക്കൊണ്ടിരുന്ന ഉത്തരങ്ങൾ. അന്നേരം ചൈതന്യ മഹാപ്രഭു വരുന്നത് വരെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷെ മഹാപ്രഭുവിന്റെ അചിന്ത്യ ഭേദ അഭേദ തത്വത്തിലൂടെ, അചിന്ത്യ ഭേദ അഭേദ തത്വം, അചിന്ത്യ ഭേദ അഭേദ സിദ്ധാന്തം, ഇതാണ് നമ്മൾ ഇന്നും നാളെയായിട്ട് പഠിക്കാൻ പോകുന്നത്. 3 ദിവസങ്ങളായിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ അചിന്ത്യ ഭേദാഭേദ തത്വം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യം ചൈതന്യ മഹാപ്രഭു എങ്ങനെ രൂപഗോസ്വാമിയെ കണ്ടു, രൂപഗോസ്വാമിയും ചൈതന്യ മഹാപ്രഭുവായിട്ടുള്ള സംവാദം എങ്ങനെ ഉണ്ടായി. അന്നേരം കൂടുതൽ ഡീറ്റെയിലേക്ക് നമ്മൾ കിടക്കുന്നില്ല, കാരണം നമ്മൾ ഡയറക്റ്റ്ലി ആ ശിക്ഷണങ്ങളിലേക്ക് കിടക്കുകയാണ്. പിന്നെ കംപ്ലീറ്റ് ബുക്ക് നമ്മൾ കവർ ചെയ്യുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പറയുകയാണ്. രൂപഗോസ്വാമി പ്രയാഗിലേക്ക് പോയിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരനായ വല്ലഭനുമായിട്ട്. അവിടെ പ്രയാഗിൽ ബിന്ദുമാധവ ക്ഷേത്രത്തിൽ ദൂരെ നിന്നും ആയിരക്കണക്കിന് ഭക്തരുമായിട്ട് ചൈതന്യ മഹാപ്രഭു സങ്കീർത്തനം ചെയ്യുന്നതായിട്ട് രൂപഗോസ്വാമി കണ്ടു. 2 സഹോദരന്മാരും ഭഗവാന്റെ അടുത്തേക്ക് എത്തി. ഭഗവാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ. ഭഗവാൻ അവരെ സ്വീകരിച്ചു, ആലിംഗനം ചെയ്തു. എന്നിട്ട് ഭഗവാന്റെ തൃപ്പാദം അവരുടെ ശിരസിൽ വെച്ചു. അതേ സമയത്ത് ഗംഗാതീരത്തിന് അപ്പുറത്തായിട്ട് വല്ലഭ ഭട്ടാചാര്യരുടെ വീട്ടിലേക്ക് ഭഗവാൻ പോവുകയാണ്. ഭഗവാനെ ക്ഷണിച്ചിരുന്നു. ആ സമയത്ത്
രൂപഗോസ്വാമി കുറച്ച് ദിവസം മഹാപ്രഭുവിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവിടെ പ്രയാഗിൽ തന്നെ ദശാശ്വമേധ ഘാട്ട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ വെച്ച് ചൈതന്യ മഹാപ്രഭു രൂപഗോസ്വാമിക്ക് 3 തത്വങ്ങളെ ആഴത്തിൽ പഠിപ്പിച്ചു കൊടുത്തു. എന്തൊക്കെയായിരുന്നു ആ 3 തത്വങ്ങൾ? ഭഗവാൻ ശ്രീകൃഷ്ണൻ യഥാർത്ഥത്തിൽ ആരാണ്, ഇത് പറഞ്ഞു കൊടുത്തു. ശ്രീകൃഷ്ണ ഭഗവാന്റെ അസ്തിത്വം, ശ്രീകൃഷ്ണ ഭഗവാന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തത്, ഭക്തിയുടെ സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ്, ഭക്തി എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. ഭഗവാനുമായിട്ടുള്ള ഭക്തിപരമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. എന്തൊക്കെയാണ് പഠിപ്പിച്ചു കൊടുത്തത്? ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന സത്യത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ആരാണ് എന്നതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഭക്തിയുടെ സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ്, ഭക്തി എങ്ങനെയായിരിക്കണം, ഭക്തിയുടെ തത്വങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഇതിനെ ബേസ് ചെയ്താണ് രൂപഗോസ്വാമി ഭക്തിരസാമൃത സിന്ധു എഴുതിയിരിക്കുന്നത്. എന്ന് ആലോചിച്ചു. അതായത് കംപ്ലീറ്റ് നമ്മുടെ ബ്രഹ്മ മാധവ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിലെ എല്ലാ ഗ്രന്ഥങ്ങളും ഈ ഒരു ക്ലാസ്സിൽ അടങ്ങിയിട്ടുണ്ട്. ഇന്നും നാളെ മറ്റന്നാളത്തെ ക്ലാസ്സിൽ. ഇനി മൂന്നാമത്, ഭഗവാൻ കൃഷ്ണനുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച്. എല്ലാ ജീവാത്മാക്കൾക്കും ഭഗവാനുമായിട്ടൊരു അതീന്ദ്രിയ ബന്ധമുണ്ട്. ആ ബന്ധമാണ് എന്താണെന്നും പഠിപ്പിച്ചു കൊടുത്തു. ചർച്ച തുടരാം. എല്ലാവരും റെഡിയല്ലേ? എല്ലാവരുടെ കയ്യിലും നോട്ട്ബുക്കും പേനയും കരുതുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നും നാളത്തെയും മറ്റന്നാളത്തെയും ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എല്ലാ തത്വങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയി. തുടങ്ങാം. ആദ്യം ഭഗവാൻ പറയുന്നത് ബദ്ധാത്മാവ് സ്ഥിതി എന്താണ്. നമ്മളെല്ലാവരും ബദ്ധാത്മാവാണ്. ബദ്ധാത്മാവ് എന്ന് പറയുന്നത് വളരെ ചെറിയ സൈസാണ് ബദ്ധാത്മാവിൻ്റെ. അതായത് നമ്മളത് ഉപനിഷത്തുകൾ പഠിക്കുന്നു. അന്നേരം അത് മഹാപ്രഭു ആ ഉപനിഷത്തിൻ്റെ ആ ശ്ലോകം ഇവിടെ വെച്ചാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അന്നേരം നമ്മളെപ്പോഴും പ്രഭുപാജിയുടെ ഗ്രന്ഥങ്ങളിൽ ആ ആത്മാവിൻ്റെ സൈസിന് വലിപ്പത്തെക്കുറിച്ച് പഠിക്കാറില്ലേ? അന്നേരം ആത്മാവിൻ്റെ വലിപ്പം എന്താണ്? ആത്മാവിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയുടെ അറ്റത്തെ 10,000 കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ അതിൽ ഒരു കഷ്ണം എത്ര സൈസ് ഉണ്ടോ അതാണ് ഒരു ആത്മാവിൻ്റെ വലിപ്പം. എന്നിട്ട് ആ ആത്മാവ് കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ പല പല ശരീരങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് എന്നിട്ട് ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ പല സത്സംഗങ്ങളിലൂടെയും കേട്ട് കാണും, വായിച്ചും കേട്ട് കാണും പ്രഭുപാജിയുടെ ഗ്രന്ഥങ്ങളിലൂടെ. കാരണം ഇതാണ് ബേസിക്, ഇതാണ് മഹാപ്രഭു പറഞ്ഞു കൊടുത്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രഭുപാജി ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത്. അടിയൻ സത്സംഗം പറയുന്നതും പ്രഭുപാജിയുടെ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ഈ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിക്ഷണങ്ങളും പ്രഭുപാജി എഴുതിയ ഗ്രന്ഥമാണ്. അന്നേരം ഇതാണ് ഭഗവാൻ ആദ്യം രൂപഗോസ്വാമിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ്? ആത്മാവിൻ്റെ വലിപ്പം എത്രയാണ്. നമ്മുടെ മുടിയുടെ അറ്റത്തെ കേശാഗ്രഭാഗത്തെ 10,000 കഷ്ണങ്ങളായിട്ട് മുറിക്കാൻ കഴിഞ്ഞാൽ അതിൽ ഒരു കഷ്ണത്തിൻ്റെ വലിപ്പം എത്രയാണോ അതാണ് ഒരു ആത്മാവിൻ്റെ വലിപ്പം. എന്നിട്ട് ആ ആത്മാവ് പല പല ശരീരങ്ങളിലൂടെയും ആ ആത്മാവിൻ്റെ കർമ്മം അനുസരിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ക്ലിയർ ആയല്ലോ? ഇനി മുന്നോട്ട് നമുക്ക് കിടക്കാം. ഇനി ബദ്ധാത്മാക്കളെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാൻ കഴിയും. ഒന്ന് ചരവും ഒന്ന് അചരവും.
ചരം എന്ന് പറഞ്ഞാൽ ചലിക്കുന്നത്, അചരം എന്ന് പറഞ്ഞാൽ ചലിക്കാത്തത്. അന്നേരം ചലിക്കാത്തതായിട്ടുള്ള ജീവാത്മാക്കൾ ആരൊക്കെയാ? അവരെപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ കാണും. അത് ഉദാഹരണം മരങ്ങൾ, ചെടികൾ, അല്ലേ? അവരെപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കും. അതും ജീവാത്മാക്കൾ. ഇനി ചലിക്കുന്ന ജീവാത്മാക്കൾ അതിലേതൊക്കെയുണ്ട്? 84 ദശലക്ഷം ജീവിവർഗങ്ങളുണ്ട്. അതിലേതൊക്കെ വിഭാഗങ്ങളുണ്ട്? ആകാശത്തിലൂടെ പറക്കുന്നത്, വെള്ളത്തിൽ നീന്തുന്നത്, കരയിൽ നടക്കുന്നത്. ക്ലിയർ ആയല്ലോ? അന്നേരം ജീവാത്മാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡീപ്പാണ് നമ്മൾ പോകുന്നത് നോക്ക്, അല്ലേ? അന്നേരം ജീവാത്മാവിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ എത്ര? മൂടിയുടെ അറ്റത്തിനെ 10,000 കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ അതിൽ ഒരു കഷ്ണം എത്രയാണോ അതാണ് ഒരു ആത്മാവിന്റെ വലുപ്പം. ഇനി ആ ആത്മാവ്, ഇതെല്ലാം ബദ്ധാത്മാക്കളെ കുറിച്ചാണ് പറയുന്നത്. ആ ബദ്ധാത്മാക്കൾ 2 തരത്തിലുണ്ട്, ചരവും അചരവുമായിട്ടുള്ളത്. അചരം എന്ന് പറഞ്ഞാൽ എന്താ? അനങ്ങാത്തത്, ഒരിടത്ത് തന്നെ നിൽക്കുന്നു. ഇതാണ് മരങ്ങൾ. ഇനി ചലിക്കുന്നതിൽ ഏതൊക്കെ വിഭാഗമുണ്ട്? ആകാശത്തൂടെ പറക്കുന്നത്, വെള്ളത്തിൽ ജീവിക്കുന്നത്, നീന്തുന്നത്, പിന്നെ കരയിൽ നടക്കുന്നത്. കരയിൽ നടക്കുന്നതിൽ കോടാനുകോടി ജീവിവർഗങ്ങളുണ്ട്. അതിൽ വളരെ കുറച്ചു പേരാണ് മനുഷ്യ ശരീരമെടുക്കുന്നത്. ഏകദേശം മനുഷ്യരെ പോലെ തോന്നിപ്പിക്കുന്ന 4 ലക്ഷം ജീവിവർഗങ്ങളുണ്ട്. ഇവരെല്ലാവരും തന്നെ ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ച് അജ്ഞാനത്താലാണ്. ഇവർക്ക് ആർക്കും ആധ്യാത്മിക കാര്യങ്ങൾ അറിഞ്ഞൂട. അത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ വിഭാഗത്തിലുള്ള ആർക്കും ആധ്യാത്മിക കാര്യങ്ങൾ അറിയത്തില്ല. ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള വ്യക്തികളെയാണ് ആര്യൻ എന്ന് പറയുന്നത്. ഭഗവത്ഗീത ഭാവം പറയുന്നില്ലേ, ഒരു ആര്യന് ചേർന്ന പ്രവൃത്തിയാണോ നീ ചെയ്യുന്നത്? ആര്യൻ എന്ന് പറഞ്ഞ ആരാണ്? ആര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരം, ആത്മീയ കാര്യത്തിനെ ജീവിതത്തിന്റെ പരമലക്ഷ്യമായി കാണുന്നവരെയാണ് ആര്യൻ എന്ന് പറയുന്നത്. അതായത് ഈ സത്സംഗത്തിലുള്ള എല്ലാവരും ആര്യന്മാരാണ്. അതായത് ആത്മസാക്ഷാത്കാരത്തിന് പ്രവർത്തിക്കുന്നവരെ ആര്യൻ എന്ന് പറയും. എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കണം. ജീവാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബദ്ധാത്മാക്കൾ എന്ന് പറഞ്ഞാൽ കേശാഗ്രത്തെ 10,000 കഷ്ണങ്ങളായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ അതിലെ ഒരു തുമ്പെത്ര ഒരു ഉണ്ടോ, അതാണ് ഒരു ജീവാത്മാവിന്റെ സൈസ്. ആ ജീവാത്മാവ് ചരവും അചരവുമായിട്ടുണ്ട്. അചരം എന്ന് പറഞ്ഞാൽ ഒരിടത്ത് തന്നെ നിൽക്കുന്ന മരങ്ങളായിട്ടിരിക്കുന്നു. ചലിക്കുന്നത് എന്തൊക്കെയുണ്ട്? പറവകളായിട്ട് പറക്കുന്നു, വെള്ളത്തിന്റെ ജലജീവിയായിട്ട് നീന്തുന്നു, അല്ലെങ്കിൽ കരയിൽ ജീവിക്കുന്നു. കരയിൽ ജീവിക്കുന്ന എത്രയോ കോടാനുകൂടി ജീവാത്മാക്കളിൽ അതിൽ വളരെ കുറച്ചു പേരാണ് മനുഷ്യരാശിയിൽ ജന്മമെടുക്കുന്നത്. മനുഷ്യരെ പോലെ തോന്നി, അത് 4 ലക്ഷം ജീവിവർഗങ്ങൾ. പക്ഷെ ഇതിൽ കൂടുതൽ പേർക്കും ആത്മീയ കാര്യത്തിൽ താല്പര്യമില്ലാത്തവരായിരിക്കും. പക്ഷെ അതിൽ ആര്യൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന മനുഷ്യരുണ്ട്. അവർക്ക് ആധ്യാത്മിക കാര്യത്തിൽ താല്പര്യമുള്ളവരായിരിക്കും. ഈ ആര്യൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ 2 വിഭാഗമുണ്ട്, അധർമ്മികളും ധർമ്മികളും. അധർമ്മം ചെയ്യുന്നവരും ധർമ്മം ചെയ്യുന്നവരും. നോക്കണേ, എങ്ങനെയുണ്ട് ചർച്ച? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നോ? കമന്റ്സിലിടോ.
അപ്പോൾ മനുഷ്യരാശിയിൽ 4 ലക്ഷം വിഭാഗങ്ങളുള്ളവരിൽ കൂടുതൽ പേരും ആധ്യാത്മിക കാര്യത്തിൽ അജ്ഞരായിരിക്കും. പക്ഷെ ആധ്യാത്മിക കാര്യത്തിൽ താല്പര്യമുള്ളവരെയാണ് ആര്യന്മാർ എന്ന് പറയുന്നത്. അങ്ങനെ ആര്യന്മാരിലാണ് ധർമ്മികളും അധർമ്മികളും വരുന്നത്. ആര്യന്മാരിൽ കൂടുതൽ പേര് അധർമ്മികളാണ്. ഇനി ധർമ്മിഷ്ഠരായിട്ടുള്ള വ്യക്തികൾ ആരായിരിക്കും? ധർമ്മിഷ്ഠരായിട്ടുള്ള വ്യക്തികൾ കർമ്മയോഗത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്താണ് കർമ്മയോഗം? ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ഓരോരോ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ കർമ്മയോഗത്തിലൂടെ പുരോഗമിച്ച വ്യക്തികൾ, അങ്ങനെയുള്ള കുറെ വ്യക്തികളിൽ ചില വ്യക്തികൾ ആ പരമസത്യത്തെ തിരിച്ചറിഞ്ഞ് ജ്ഞാനികളായിട്ട് മാറും. ഒന്നും കൂടെ ഒന്ന് പുറമോട്ട് പോയേ. കേശാഗ്ര ഭാഗത്തെ 10,000 കഷ്ണങ്ങളാക്കി അതിൽ ഒരു കഷ്ണം, അതാണ് ജീവാത്മാക്കൾ. അതിൽ ചരവും അചരവും ഉണ്ട്. എന്നിട്ട് അചരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനങ്ങാത്തത്, അനങ്ങുന്നില്ല, ഒരിടത്ത് തന്നെ നിൽക്കുന്നു, മരങ്ങളും ചെടികളും ഒക്കെ. ഇനി അനങ്ങുന്നതിൽ വെച്ച് ആകാശത്ത് പറക്കുന്നത്, വെള്ളത്തിൽ നീന്തുന്നത്, കരയിൽ ജീവിക്കുന്നത്. അന്നേരം ആകാശത്ത് പറക്കുന്നത് വെള്ളത്തിൽ ജീവിക്കുന്നതിനെക്കാട്ടി ശ്രേഷ്ഠരാണ് കരയിൽ ജീവിക്കുന്നവർ. അങ്ങനെ കരയിൽ ജീവിക്കുന്നവരിൽ 4 ലക്ഷം കോടാനുകോടി ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് 4 ലക്ഷം വരുന്ന മനുഷ്യരാശി. ഇനി ആ മനുഷ്യരാശിയിൽ കൂടുതൽ പേരും ആധ്യാത്മിക കാര്യത്തിൽ താല്പര്യമില്ലാത്തവരാണ്. അതിൽ താല്പര്യമുള്ളവരെയാണ് ആര്യൻ എന്ന് പറയുന്നത്. അന്നേരം ആര്യൻ എന്ന് പറയുമ്പോൾ ഭാരതത്തിൽ ജനിച്ചവരാകണമെന്നില്ല, കേരളത്തിൽ ജനിച്ചവരാകണമെന്നില്ല, ലോകത്ത് എവിടെയും ജനിക്കാം. ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾ ജീവിക്കുന്നത് ഒരു ആര്യൻ്റെ കൂട്ടത്തിലായിരിക്കത്തില്ല, പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ആര്യനായിരിക്കും. അന്നേരം ഈ ലോകത്ത് ആർക്കൊക്കെയാണോ, മനുഷ്യരാശിയിൽ പിറന്ന ആർക്കൊക്കെയാണോ ആധ്യാത്മിക കാര്യത്തിൽ താല്പര്യമുള്ളത് അവരെല്ലാം ആര്യനാണ്. അങ്ങനെയുള്ള ആര്യന്മാരിൽ അധർമ്മികളുമുണ്ട്, അധർമ്മം ചെയ്യുന്നവരുമുണ്ട്, ധർമ്മം ചെയ്യുന്നവരുമുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ദുര്യോധന വൈദിക സംസ്കാരം അനുസരിച്ചുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, കംസനും ഫോളോ ചെയ്യുന്നുണ്ട്, ജരാസന്ധനും ഫോളോ ചെയ്തു, രാവണനും ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ അധർമ്മം ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള അധർമ്മികളിൽ നിന്നും വ്യത്യസ്തരായി നിൽക്കുന്നു ധർമ്മം ചെയ്യുന്നവർ, ശാസ്ത്രാനുസൃതമായിട്ട് പ്രവർത്തിക്കുന്നവർ. അങ്ങനെയുള്ള വ്യക്തികളിൽ അതിന്നും ശ്രേഷ്ഠരായിട്ടുള്ളവർ കർമ്മയോഗം ആചരിക്കുന്നു. അതായത് അവർ പ്രവൃത്തിയുടെ ഫലത്തിൽ ആസക്തരാകാതെ ജീവിക്കുന്നു. അവരാണ് കർമ്മയോഗികൾ. അങ്ങനെ കുറെ കാലം കർമ്മയോഗം ചെയ്ത് അവർ ജ്ഞാനത്തിന്റെ തലത്തിലേക്ക് ഉയരുന്നു. അവരെ ജ്ഞാനി എന്ന് പറയുന്നു. ക്ലിയറാണ്? ജ്ഞാനി മനുഷ്യരാശിയിൽ ആര്യനായി പിറന്ന് ആര്യനായി ജീവിച്ച് ധർമ്മിഷ്ഠനായി ജ്ഞാനിയായ വ്യക്തി. അന്നേരം ഒരു എത്രയോ ബദ്ധാത്മാക്കളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് ഒരു ജ്ഞാനി ഇരിക്കുന്നത്. അങ്ങനെയുള്ള ജ്ഞാനികൾ 3 തരത്തിലുണ്ട്. ഇങ്ങനെ എത്രയോ കോടാനുകോടി ജീവാത്മാക്കളിൽ ജ്ഞാനി ഇങ്ങനെ പൊങ്ങി വരുന്നു. ആ ജ്ഞാനികൾ 3 തരത്തിലുണ്ട്. അവരെങ്ങനെയുള്ളവരാ?
അവർ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും ചെയ്യും, പക്ഷെ അതിൻ്റെ ലക്ഷ്യം ഭൗതിക സുഖഭോഗങ്ങളാണ്. സ്വർഗലോകത്തെ സുഖഭോഗങ്ങളൊക്കെ ആഗ്രഹിക്കാൻ, ആസ്വദിക്കാനും സുഖസമൃദ്ധി ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാനും അങ്ങനെയുള്ള ഒരു ജ്ഞാനി. ഇനി അടുത്തൊരു ജ്ഞാനി ഭഗവാനുമായിട്ട് ലയിക്കാൻ ആഗ്രഹിക്കുന്നു, ബ്രഹ്മജ്യോതിയിൽ പോയി ലയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജ്ഞാനി. ഇനി അടുത്തൊരു ജ്ഞാനി സിദ്ധികൾ ആഗ്രഹിക്കുന്നു, ശക്തനാവാൻ ആഗ്രഹിക്കുന്നു, പല പല കഴിവുകൾ ആഗ്രഹിക്കുന്നു. വീണ്ടും ആലോചിക്കുക, ഇത്രയും ചെറിയൊരു ജീവാത്മാവിൽ വളരെ വിശിഷ്ടമായ മനുഷ്യജന്മത്തിൽ ആര്യനായി ജീവിക്കുന്നു. ആ ആര്യനിൽ ധർമ്മിഷ്ഠനായി, അതിൽ കർമ്മയോഗം വഴി ജ്ഞാനിയായി, ഇങ്ങനെ 3 വിഭാഗം അതിലുണ്ട്. ഒന്നുകിൽ ആത്മീയ ഭൗതിക സുഖഭോഗങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നെ സായുജ്യം ആഗ്രഹിച്ചുകൊണ്ട് പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ പിന്നെ സിദ്ധികൾ ആഗ്രഹിക്കുന്നു. ഇതിനും അപ്പുറത്താണ് യഥാർത്ഥ ആധ്യാത്മിക പുരോഗതി. അതായത് ജ്ഞാനിയുടെ തലത്തിൽ എത്തിയാലും 3 കാര്യങ്ങൾ നമുക്ക് തടസ്സമായിട്ട് നിൽക്കും. അതായത് ഒന്ന്, നമ്മുടെ ഭൗതിക സുഖഭോഗങ്ങൾ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ഭൗതിക സുഖം ആഗ്രഹിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് ലയിക്കാൻ ആഗ്രഹിക്കുന്നു, സായുജ്യം അടയാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സിദ്ധികൾ ആഗ്രഹിക്കുന്നു. ഇവരെയാണ് ഭുക്തി, മുക്തി, സിദ്ധി. ഭുക്തി എന്ന് പറഞ്ഞാൽ ഭൗതിക സുഖഭോഗങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി. മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായുജ്യം അടയാൻ ആഗ്രഹിക്കുന്നു. സിദ്ധി എന്ന് പറഞ്ഞാൽ സിദ്ധികൾ ആഗ്രഹിക്കുന്നവർ. ഇവർ 3 പേരും ഒരിക്കലും ശാന്തരായിരിക്കത്തില്ല. ഭുക്തി, മുക്തി, സിദ്ധി സർവേ അശാന്ത്. ഇവർക്ക് ആർക്കും സമാധാനം കിട്ടത്തില്ലെന്നും. കാരണം അവർക്ക് പല പല ലക്ഷ്യങ്ങളുണ്ടല്ലോ ഭൗതികമായിട്ട്. പല പല ഭൗതിക സുഖഭോഗങ്ങൾ ആഗ്രഹിക്കുന്നു, ഭൗതിക കെട്ടുബന്ധനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ബ്രഹ്മജ്യോതിയിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നു, സിദ്ധികൾ ആഗ്രഹിക്കുന്നു. ഇവർക്ക് 3 പേർക്കും ജ്ഞാനികളിൽ വരുന്ന ഈ 3 കാറ്റഗറീസിനും സമാധാനം ഒരിക്കലും കാണത്തില്ലെന്ന്. ഇതിന് താഴെയുള്ളവർക്ക് ഒട്ടും സമാധാനം ഇല്ല. അന്നേരം ജ്ഞാനിയുടെ ലെവലിലെത്തി ഈ 3 തരത്തിലുള്ള വ്യക്തികൾക്കും സമാധാനം ഇല്ലെന്നും. അന്നേരം ജ്ഞാനത്തിന്റെ തലത്തിൽ എത്തിയിട്ടും ഈ 3 ഇത്രയും ഉയർന്ന തലത്തിലുള്ള ആ വ്യക്തിക്ക് പോലും സമാധാനമില്ല എങ്കിൽ താഴെയുള്ള വ്യക്തികളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരൊക്കെ ഏറ്റവും ലോ ക്ലാസ് ആണ്. ഒന്നും കൂടെ ഞാൻ ആ തുടക്കം മുതൽ പറഞ്ഞ ഹൈറാർക്കി നിങ്ങൾ ആലോചിച്ച് നോക്കുക. എത്ര സ്പെഷ്യലാണ് മനുഷ്യജന്മം. ആ മനുഷ്യജന്മത്തിൽ ആര്യനായി ജീവിക്കുക, ആര്യന്മാരിൽ ധർമ്മിഷ്ഠനാവുക, കർമ്മയോഗം, ജ്ഞാനയോഗം വഴി ജ്ഞാനിയായി, എന്നിട്ടും 3 വഴിതെറ്റാനുള്ള സാധ്യതയുണ്ട്. ഭൗതിക സുഖഭോഗങ്ങൾ അല്ലെങ്കിൽ ഭൗതിക സുഖഭോഗങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ച് മടുത്തിട്ട് എനിക്ക് ഇങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറഞ്ഞ് മുക്തി ആഗ്രഹിക്കുന്ന വ്യക്തി, പിന്നെ സിദ്ധി. ഇത് 3 നമ്മളെ വഴിതെറ്റിക്കും യഥാർത്ഥ ആധ്യാത്മിക ഇതിൽ. ഇവർക്ക് പോലും സമാധാനം ഇല്ലെന്നാണ്. അന്നേരം അവരുടെ മനസ്സ് ഭൗതിക സുഖഭോഗങ്ങളിൽ അല്ലെങ്കിൽ സിദ്ധികൾ നേടാൻ, അല്ലെങ്കിൽ പിന്നെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മോക്ഷം ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ഇവർക്ക് ആർക്കും സമാധാനമില്ലെന്ന്. അന്നേരം ഇതെല്ലാം ഭൗതികതയിൽ വരും. അന്നേരം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, നമ്മൾ വളരെ നമ്മുടെ ഭാഗമൊക്കെ ന്യായീകരിച്ച് ഇതെൻ്റെ കർത്തവ്യമല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ എല്ലാം ഭൗതികതയാണ്. ഇതുവരെ ആത്മീയത തുടങ്ങിയിട്ടില്ല.
അപ്പോൾ നിങ്ങൾ ഒരു ജീവാത്മാവാണെന്ന് സങ്കല്പിക്കുക. ആണല്ലോ, എന്തായാലും ആണ്. ആ ജീവാത്മാവ് പല പല ജീവിവർഗങ്ങളായിട്ട് ജനിക്കുന്നു. അക്ഷരങ്ങളായിട്ട് കുറേ കാലം ജീവിച്ചു, പിന്നെ ചരമായി. നമ്മളെല്ലാവരും ഒന്നിച്ച് പോകാമെന്ന് വിചാരിക്കും. നമ്മൾ കുറേ കാലം പുല്ലായിട്ട് ജനിച്ചു എന്നിരിക്കട്ടെ. ഓക്കെ, ഇനി കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ ജലജീവിയായിട്ട് ജനിച്ചു. വെള്ളത്തിലൊക്കെ നീന്തി കുറേ വർഷങ്ങൾ ഇങ്ങനെ കളിച്ച് നടന്നു. പിന്നെ അതിനുശേഷം നമ്മൾ പറവകളായി മാറി. പറവകളായതിനു ശേഷം കരയിലുള്ള പല മൃഗങ്ങളായി മാറി. എന്നിട്ട് അങ്ങനെ കറങ്ങി 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 പിന്നെ മനുഷ്യജന്മങ്ങളിൽ വന്നു. അതിലും കറങ്ങി 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 ആസുരിക ഭാവത്തോടു കൂടി കുറേ കാലം ജീവിച്ചു. അങ്ങനെ എങ്ങനെയോ ബോധോദയം ഉണ്ടായി ആര്യന്റെ സംസ്കാരത്തിലേക്ക് എത്തി. അതായത് വൈദിക കാര്യങ്ങൾ താല്പര്യമുള്ളവനായിട്ട് വന്നു. പിന്നെ അതിൽ നിന്ന് നമ്മൾ അധർമ്മം കുറെ ചെയ്തു. പിന്നെ എങ്ങനെയൊക്കെയോ ധർമ്മത്തിലേക്ക് എത്തി കുറെ കാലം ആസക്തിയില്ലാതെ സത്കാര്യങ്ങളൊക്കെ ചെയ്തു, ഭഗവാന്റെ സേവനങ്ങളൊക്കെ ചെയ്ത് ജ്ഞാനം ഉദിച്ചു. ഓക്കെ, ഇതിനപ്പുറത്തായിട്ട് എന്തോ ഉണ്ടെന്ന്. എന്നിട്ട് ജ്ഞാനത്തിന്റെ ആ തലത്തിലേക്ക് എത്തിയിട്ടും നമുക്ക് ഭൗതിക സുഖഭോഗങ്ങൾ, ഈ ജന്മത്തിൽ എനിക്ക് സുഖഭോഗം വേണ്ട, പക്ഷെ അടുത്ത ജന്മം സുഖഭോഗം വേണം. ആ തലത്തിലേക്ക് നമ്മളാരും എത്തിയിട്ടില്ല. നമ്മളിപ്പോഴും കർമ്മയോഗം പോലും പൂർണ്ണമായിട്ടില്ല. നമ്മളിപ്പോൾ എന്താ ആര്യന്മാരാണ്, പക്ഷെ ഇപ്പോഴും ധർമ്മമല്ല നമ്മൾ ചെയ്യുന്നത്, അധർമ്മം ചെയ്യുന്നുണ്ട്, ധർമ്മവും ചെയ്യുന്നുണ്ട്, കർമ്മയോഗം വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്നു, ഭഗവാന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെറിയ സേവനങ്ങളൊക്കെ. ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെ സേവനങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് നമ്മുടെ ജ്ഞാനം ഉദിക്കണം. ഭഗവാന് വേണ്ടിയുള്ള സേവനങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ജ്ഞാനം ഉദിക്കണം. ഈ ലോകത്തിൽ എനിക്ക് ഒന്നും നേടാനില്ല എന്ന ജ്ഞാനം ഉദിച്ചവരുടെ 3 തെറ്റുകളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതായത് വീടും കുടുംബം എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇനി ഭഗവാന്റെ സേവനം മാത്രം ചെയ്ത് ജീവിക്കുന്നവരുടെ 3 തെറ്റുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവരേതിലൊക്കെ പെട്ടുപോകുന്നു? ഈ ലോകത്തിന് ഇനി സുഖമൊന്നും വേണ്ട, പക്ഷെ അടുത്ത ജന്മം എനിക്ക് അടിപൊളിയായിരിക്കുന്നു, സ്വർഗത്തെ സുഖഭോഗങ്ങളൊക്കെ, പേര്, പ്രശസ്തി, അംഗീകാരം, ഇതാഗ്രഹിക്കുന്നു. ആ തലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുന്നത്, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഏകദേശം ഒരു ആത്മഹത്യ പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ സിദ്ധികൾ ആഗ്രഹിക്കുന്നു. പല എല്ലാവരും എൻ്റെ മുമ്പിൽ തൊഴുവണം, എനിക്ക് പല പവേഴ്സ് കിട്ടണം എന്നൊക്കെ പറഞ്ഞ്, ഞാൻ വലിയ സംഭവമാണല്ല. ഇത് 3 വരെ പ്രശ്നമാണ്. അന്നേരം ഈ ജ്ഞാനത്തിന്റെ തലത്തിലെത്തിയ വ്യക്തി പതനം സംഭവിച്ച് വീണ്ടും കർമ്മിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്, അധർമ്മിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇതിനപ്പുറത്തോട്ട് പോകുന്നില്ലല്ലോ. അതുകൊണ്ട് വീണ്ടും പതനം സംഭവിച്ച് അധർമ്മിയാകാൻ സാധ്യതയുണ്ട്. അധർമ്മിയായതിനു ശേഷം ഈ വീണ്ടും പതനം സംഭവിച്ച് വീണ്ടും അധപ്പതിച്ച് വീണ്ടും അചരമായിട്ട് ജനിക്കാനും സാധ്യതയുണ്ട്. വീണ്ടും ചരമായിട്ട്, പറവകളായിട്ടും, വീണ്ടും ജലജീവികളായിട്ടും, ഇങ്ങനെ ബ്രഹ്മാണ്ഡ ഭ്രമിത്തെ കോണ ഭാഗ്യവാന ജീവ. ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവാത്മാവിന് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യത്താൽ, അതായത് ഇങ്ങനെ പല അതായത് ജലജീവികളായിട്ടും, പറവകളായിട്ടും, മനുഷ്യരായിട്ടും, അചരങ്ങളായിട്ടും ഒക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവാത്മാവ് ജ്ഞാനത്തിന്റെ തലത്തിലെത്തി വീണ്ടും പതനം സംഭവിച്ചു. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന 14 ലോകങ്ങളിലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവാത്മാവിന്
ഭഗവാൻ കൃഷ്ണന്റെ കാരുണ്യത്താൽ ഒരു പരിശുദ്ധ ഭക്തനെ അവരുടെ ജീവിതത്തിൽ കിട്ടും. അങ്ങനെ ഒരു ഭക്തന്റെ സാമീപ്യത്തിലൂടെ, മാർഗനിർദ്ദേശങ്ങളിലൂടെ ആ വ്യക്തിക്ക് കൃഷ്ണനെ കിട്ടും. ഹരേ കൃഷ്ണ. ഇത് ക്ലിയറായോ? അന്നേരം നമ്മളിങ്ങനെ പല പല യോനികളിലൂടെ ഇങ്ങനെ കറങ്ങി 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 വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രഭുപാദ്ജി, ഗുരു മഹാരാജിനെ പോലുള്ളൊരു വൈഷ്ണവൻ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിലൂടെ ഈ കറക്കം അവസാനിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ കറങ്ങിക്കൊണ്ടേയിരുന്നത്, ഒരു ലക്ഷ്യമില്ലാതെ കറങ്ങി 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 ഉയരങ്ങളിലേക്ക് എത്തുന്നു, ജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് എത്തുന്നു, വീണ്ടും കർമ്മികളായിട്ട് ജീവിക്കുന്നു, വികർമ്മം ചെയ്യുന്നു, അധർമ്മം ചെയ്യുന്നു, മൃഗജന്മങ്ങളിൽ പോകുന്നു, പക്ഷികളാവുന്നു, പിന്നെ ജലജീവികളായി ഇങ്ങനെ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുന്നതാണ്. അന്നേരം അങ്ങനെ പല പ്രാവശ്യം കറങ്ങുമ്പോൾ നമുക്ക് കാരുണ്യത്താൽ, ഭഗവാൻ കൃഷ്ണന്റെ കാരുണ്യത്താൽ നമ്മുടെ ജീവിതത്തിൽ ഭക്തർ വരും. അങ്ങനെ ആ ഭക്തര് ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃഷ്ണനെ കിട്ടും. ഹരേ കൃഷ്ണ. ഇതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത് നിങ്ങൾ പ്രചരണം ചെയ്യേണ്ടത്. ഇതുകൊണ്ട് നിങ്ങൾ പ്രചരണം ചെയ്യണം. നിങ്ങൾ പ്രചരണം ചെയ്ത് ഓരോരോ വാതിലുകളും മുട്ടണം, ഓരോരോ ജീവാത്മാവിന്റെ ഹൃദയത്തിലും മുട്ടണം. അവരുടെ ഹൃദയത്തിലെല്ലാം ഭക്തിയുടെ ബീജം നിറയ്ക്കാൻ ശ്രമിക്കണം. ഭഗവാൻ കൃഷ്ണന്റെ ഏറ്റവും വലിയ കാരുണ്യം ഗുരുവാണ് എന്ന് ഇവിടെ പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ആധികാരികമായിട്ടുള്ള ഒരു ഗുരുശിഷ്യ പരമ്പരയിലൂടെ ഒരു ഗുരു വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഭഗവാന് നമ്മളെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നാണ്. ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം നമുക്ക് കിട്ടി എന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം നമ്മുടെ ജീവിതത്തിൽ ആധികാരികമായിട്ടുള്ള ഒരു ഗുരുശിഷ്യ പരമ്പര വരുമ്പോഴാണ്. അങ്ങനെയുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ നമുക്ക് ഭഗവാന്റെ തിരുനാമം ലഭിക്കുമ്പോൾ, ആ തിരുനാമം നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ, അതായത് ഇത്രയും കോടാനുകോടി ജന്മങ്ങളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവാത്മാക്കൾക്ക് ഭഗവാൻ കൃഷ്ണന്റെ കാരുണ്യം ലഭിക്കുമ്പോൾ ഗുരുവിനെ ലഭിക്കും. ആ ഗുരുവിലൂടെ എന്ത് ലഭിക്കും? ഭക്തിയുടെ ബീജം നമ്മുടെ ഹൃദയത്തിൽ നൽകും. എന്നിട്ട് ഭഗവാന്റെ തിരുനാമവും നൽകും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നാമം ജപിക്കുക, നാമം ജപിക്കുക, നാമം ജപിക്കുക, നാമം ജപിക്കുക, നാമം ജപിക്കുക. ആ നാമം ജപിക്കുന്നത് ആ ബീജത്തിനുള്ള വെള്ളമാണ്. ചൈതന്യ മഹാപ്രഭു പറയുകയാണ്, അതായത് ഒരു ചെടിയുടെ വിത്ത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ വിത്ത് നമ്മുടെ ഹൃദയമാകുന്ന മണ്ണിൽ നമ്മുടെ ഗുരു ആ വിത്ത് നടും. എന്നിട്ട് നമ്മുടെ ഡ്യൂട്ടി എന്താ? കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക, വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. ആ വെള്ളം എന്താണ്? നാമജപമാണ്. വെള്ളവും വളവുമാണ് നാമജപം. അങ്ങനെ നാമജപത്തിലൂടെ എന്ത് പറ്റും? ആ ഭക്തിലതാ ബീജം പൊട്ടിമുളച്ച്, ചൈതന്യ മഹാപ്രഭു പറയുന്നു, പ്രഭുപാദി പറയുന്നു, ആ ബീജം ഇങ്ങനെ പൊട്ടിമുളച്ച് 14 ലോകങ്ങളും മറികടന്ന്, ബ്രഹ്മാണ്ടത്തിന്റെ എല്ലാ ആവരണങ്ങളും മറികടന്ന്, വൈകുണ്ഠത്തെയും മറികടന്ന് അത് നേരെ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകുന്നു. നമ്മുടെ ഉള്ളിലെ ആ ബീജം. എന്നിട്ട് അത് വീണ്ടും വീണ്ടും വളർന്ന് 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 വലിയൊരു വൃക്ഷമായി ഇതിലെ പൂ, കൃഷ്ണപ്രേമമാകുന്ന പൂ ഭഗവാന്റെ പാദത്തിൽ വീഴുമെന്ന് പറയുന്നു.
അപ്പോഴാണ് നമ്മുടെ ജീവിതം സഫലമാകുന്നത്. അതായത് നമ്മൾ നാമം ജപിച്ച് ജപിച്ച് നമ്മുടെ വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കൃഷ്ണാബോധം. നമ്മുടെ കൃഷ്ണാബോധം വളർന്ന് 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 അത് കൃഷ്ണപ്രേമമായി മാറി ബ്രഹ്മാണ്ടത്തിന്റെ എല്ലാ ആവരണങ്ങളും മറികടന്ന് അത് ഭഗവാന്റെ തൃപ്പാദത്തിൽ പോയി വീഴണം, ഗോലോക വൃന്ദാവനത്തിൽ. എങ്ങനെയുണ്ട്? സൂപ്പറായില്ലേ? അപ്പോൾ നമ്മൾ 84 ദശലക്ഷം ജീവിവർഗങ്ങളിലൂടെ കറങ്ങുമ്പോൾ ഭഗവാന്റെ കാരുണ്യത്താൽ നമ്മുടെ ജീവിതത്തിൽ ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പര വരും. ആ ഗുരു പരമ്പര നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹരിനാമം ലഭിക്കും. നമ്മുടെ ഉള്ളിൽ ആ വിത്തും നടും നമ്മുടെ ഗുരു പരമ്പര. നമ്മുടെ ഹൃദയത്തിൽ ആ വിത്ത് നട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹരിനാമം ജപിച്ചുകൊണ്ട് ആ വിത്തിനെ വളരാൻ അനുവദിക്കണം. നാമം ജപിച്ച് ജപിച്ച് വെള്ളം കൊടുക്കുക, വളമിട്ട് കൊടുക്കുക. ഇത് ഹരിനാമം, ഇത്രയേ ഉള്ളൂ. ഹരിനാമം ഭഗവാന്റെ സേവനം. ഇത് ചെയ്യുന്നതിലൂടെ ആ വിത്ത് ഇങ്ങനെ വളർന്ന് 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 നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ആ കൃഷ്ണഭക്തി ഇങ്ങനെ വളരുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലേ? അങ്ങനെ അത് വളർന്ന് 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 അത് നേരെ ബ്രഹ്മാണ്ടത്തിന്റെ എല്ലാ ആഭരണങ്ങളും മറികടന്ന് വൈകുണ്ഠം മറികടന്ന് നേരെ ഗോലോക വൃന്ദാവനത്തിലേക്ക് ആ ഉള്ളിലെ ഭക്തി അങ്ങ് പോകണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും ഗോലോകത്താണ്. നമ്മുടെ ബോധം നമ്മൾ ആലോചിക്കുക, നമ്മുടെ മനസ്സ് എവിടെയാണോ അവിടെയാണ് നമ്മൾ. നമ്മുടെ മനസ്സ് എവിടെയാണോ അവിടെയാണ് നമ്മുടെ ബോധം. എവിടെയാണോ നമ്മുടെ ബോധം അവിടെയാണ് നമ്മൾ. ശരീരം എവിടെയാണെങ്കിലും അന്നേരം നമ്മുടെ മനസ്സ് മനകൃഷ്ണ പാതാരവിന്ദേ, അന്നേരം നമ്മുടെ മനസ്സ് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലാണെങ്കിൽ നമ്മുടെ ബോധം അവിടെ തന്നെയാണ്. ഭഗവാന്റെ പാദം എവിടെയായിരിക്കും? ഗോലോകത്തായിരിക്കും. അപ്പോൾ നമ്മളും അവിടെയാണ്. ശരീരം ഇവിടെയാണെങ്കിലും നമ്മുടെ ബോധം അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഇവിടെ ഇല്ല. ഇപ്പോൾ നമ്മുടെ മനസ്സ് ഇവിടെയുണ്ട്, അങ്ങോട്ട് പോയിട്ടില്ല, അങ്ങ് കംപ്ലീറ്റ് അങ്ങ് എത്തിയിട്ടില്ല. ഇപ്പൊ നമ്മുടെ മനസ്സും ബോധവും ഈ ലോകത്തുള്ള പല കാര്യങ്ങളിലും വ്യാപൃതരായി കിടക്കുകയാണ്. അന്നേരം അതായത് നമ്മള് 10ാം ഫ്ലോറിലെ ടെറസിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാഴ്ച കാണാൻ പറ്റും. ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കുമ്പോൾ ഒന്നും കാണാൻ കഴിയില്ല. ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കുമ്പോൾ ഇതാ നമ്മുടെ ഈ സർക്കിളിലുള്ള കാര്യങ്ങൾ മാത്രമേ കാണുവാൻ കഴിയും, അല്ലേ? നമുക്കൊന്ന് കറങ്ങുമ്പോൾ എത്ര കാണാൻ പറ്റുമോ അത്രയും കാണാൻ കഴിയും. പക്ഷെ നമ്മൾ ആ ഉയരങ്ങളിലേക്ക് പോകുന്നതിനനുസരിച്ച് വലിയ കാഴ്ചകൾ ഇനിയും വലുതായിക്കൊണ്ടിരിക്കും, അല്ലേ? കൂടുതൽ കാണാൻ പറ്റും. അതേപോലെ നമ്മൾ ഭക്തിയിൽ പുരോഗമിക്കുന്നതിനനുസരിച്ച് ഭഗവാന്റെ തൃപ്പാദത്തിലേക്ക് നമ്മുടെ ബോധം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ലോകമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും കാണാനോ കേൾക്കാനോ താല്പര്യം കാണത്തില്ല. പൂർണ്ണമായിട്ടും നമ്മൾ ഭഗവാന്റെ ലോകത്തേക്ക് എത്തിക്കഴിയുന്നു. അന്നേരം നമ്മളല്ല ആദ്യം എത്തേണ്ടത്, നമ്മുടെ മനസ്സും ബോധവുമാണ് ഗോലോകത്ത് ആദ്യം എത്തേണ്ടത്. നമ്മുടെ മനസ്സും ഗോലോകത്തെത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സും ബോധവും ഗോലോകത്തെത്തിയെങ്കിൽ മാത്രമേ നമ്മൾ ഗോലോകത്തെത്തും. നമ്മുടെ മനസ്സും ബോധവും ഇവിടെ തന്നെയാണെങ്കിൽ നമ്മൾ ഗോലോകത്തെത്തത്തില്ല. ശരീരം ഇവിടെ തന്നെയായിരിക്കും, ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ നാമജപത്തിലൂടെയും നമ്മുടെ ബോധത്തെ ഉയർത്തി ഉയർത്തി അത് കൃഷ്ണപ്രേമമാക്കണം. അത് ഭഗവാനിലേക്ക് പൂർണ്ണമായിട്ടും നിറയണം. അപ്പോൾ പിന്നെ ഒരു പ്രശ്നമില്ല. പക്ഷേ ഒരു തടസ്സമുണ്ട്. എന്താണ്? പറയാം. ഇതുവരെ പറഞ്ഞത് വളരെ സിമ്പിൾ പ്രോസസ്സാണ്.
പക്ഷെ ഇതിന് തടസ്സമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായിരിക്കും അത്? എന്തായിരിക്കും ആ കാര്യം? എന്തായിരിക്കും അത്? പറയൂ, എന്തായിരിക്കും തടസ്സമായിട്ട് വയ്ക്കുന്നത്? അപരാധങ്ങൾ. ചൈതന്യ മഹാപ്രഭു പറയുന്നു, അപരാധം എന്ന് പറഞ്ഞ മതം പൊട്ടിയ ആനയെ പോലെയാണ്. അന്നേരം മതം പൊട്ടിയ ആനയെ എവിടെയെങ്കിലും ചെന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആ ഏരിയ മുഴുവൻ നശിപ്പിക്കുന്നു അല്ലേ? നമ്മൾ യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും. വാഹനങ്ങൾ തകർക്കുന്നു, ബിൽഡിങ്ങുകൾ തകർക്കുന്നു, മരങ്ങൾ തകർക്കുന്നു. അന്നേരം നമ്മുടെ ഉള്ളിൽ ആ ഭക്തി ഇങ്ങനെ പൊട്ടിമുളച്ച് ചെറുതായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നതേ ഉള്ളൂ. അന്നേരം ഒരു മതം പൊട്ടിയ ആന ചവിട്ടി മറിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആ ചെടി അതോടുകൂടി തീർന്നു. അത് വലിയൊരു മരമാകേണ്ടതാണ്. പക്ഷെ ഇപ്പൊ എന്തായി? അത് നശിച്ചു പോയി. അപരാധങ്ങളിൽ നിന്നും നമ്മൾ ശ്രദ്ധിക്കുക. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപരാധം വൈഷ്ണവ അപരാധമാണ്. ഭഗവാന്റെ പരിശുദ്ധ ഭക്തനെ നമ്മൾ വേദനിപ്പിക്കുകയാണെങ്കിൽ, പരിശുദ്ധ ഭക്തൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഭഗവാനേ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭക്തനെ നമ്മൾ വിഷമിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഭക്തി ബീജം നശിക്കും. നമ്മുടെ ഭക്തി ആ ചെടി നശിക്കും. പിന്നെ വളരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം വൈഷ്ണവ അപരാധം എന്ന് പറഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു പറയുക, മതം പൊട്ടിയ ഒരു ആനയെ പോലെയാണ്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവത്തിലും രഘുഗണ രാജാവ് പറയുന്നു, എനിക്ക് ദേവേന്ദ്രന്റെ വജ്രായത്തെ പോലും പേടിയില്ല, പക്ഷെ എനിക്ക് ഭക്തരെ വലിയ പേടിയാണെന്ന് പറയും. കാരണം ഭക്തരുടെ ഉള്ളൊന്ന് വേദനിച്ചു കഴിഞ്ഞാൽ എല്ലാ ആധ്യാത്മിക പുരോഗതി അതോടുകൂടി തടസ്സപ്പെടുന്നു. അതുകൊണ്ട് വൈഷ്ണവ അപരാധം മാത്രമാണ് ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം. ഇത് കൂടാതെ 10 അപരാധങ്ങൾ വേറെയുണ്ട്. ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ളത് വൈഷ്ണവ അപരാധമാണ്. അതിനോടൊപ്പം തന്നെ നാമ അപരാധങ്ങൾ 10 ഉണ്ട്. അത് നമ്മുടെ വൈഷ്ണവ ഗീതങ്ങളിലുള്ള 10 അപരാധങ്ങൾ. അന്നേരം പ്രോസസ്സ് വളരെ സിമ്പിളാണ്. 84 ദശലക്ഷം ജീവിവർഗങ്ങളിലൂടെ കറങ്ങുന്ന ഒരു ജീവാത്മാവിന് ഭഗവാന്റെ കാരുണ്യത്താൽ ഒരു ഭക്തനെ ലഭിക്കും. ആ ഭക്തനിലൂടെ ഭക്തി ബീജം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിറയും, തിരുനാമവും ലഭിക്കും. ആ തിരുനാമം ജപിച്ച് ജപിച്ച് ഉള്ളിൽ ആ ബീജത്തെ വളർത്തണം. ആ ജീവാത്മാവ് ഭക്തി വളർത്തി അത് ഭഗവാന്റെ ലോകത്തേക്ക് എത്തണം. ആ ബീജം ഭക്തി, നമ്മുടെ ചിന്തകൾ, ആഗ്രഹങ്ങൾ ഇതെല്ലാം കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് എത്തണം. അപ്പോൾ നമ്മളും ഗോലോകത്തെത്തും. പക്ഷെ ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് വൈഷ്ണവ അപരാധമാണ്. ഒരിക്കലും നമ്മൾ കാരണം ഒരു ഭക്തനും വേദനിക്കാൻ പാടില്ല. വേദനിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ആ ഭക്തി ചെടി നഷ്ടമാവും. അന്നേരം മതം പൊട്ടിയ ആനയെ പോലെയാണ് വൈഷ്ണവ അപരാധം എന്ന് പറയുന്നത്. ഇത് കൂടാതെ നാമം ജപിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന നാമ അപരാധങ്ങൾ, തിരുനാമത്തിനോട് ചെയ്യുന്ന അപരാധങ്ങൾ, ആ അപരാധങ്ങളും നമ്മുടെ ഭക്തിയെ വളരാൻ അനുവദിക്കത്തില്ല. എന്തൊക്കെയാണത്? ഒന്ന്, ഭക്തരെ നിന്ദിക്കുന്നത്. ഭക്തരെ നിന്ദിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തത്, വിഷ്ണുവിനെ, നാരായണനെ, ശ്രീകൃഷ്ണ ഭഗവാനെ പരമസത്യമായി അംഗീകരിക്കാത്തത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും നാമം ജപിക്കുന്നുണ്ട്, എന്തുകൊണ്ട് റിസൾട്ട് കിട്ടുന്നില്ല? ഒന്ന്, അവർക്ക് ഗുരുശിഷ്യ പരമ്പരയിലൂടെ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ രണ്ടാമത് അവർ ഭഗവാനെ പരമോന്നത സത്യമായിട്ട് അംഗീകരിക്കുന്നില്ല.
ഭക്തരെ നിന്ദിക്കുകയും ചെയ്യും. അന്നേരം പിന്നെ ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയില്ല. ആദ്യത്തെ അപരാധം ഭക്തരെ നിന്ദിക്കുന്നത്, രണ്ടാമത്തത് ഭഗവാനെ പരമസത്യമായി അംഗീകരിക്കാത്തതും, മൂന്നാമത്തത് ഗുരുവിനെ ഒരു സാധാരണ വ്യക്തിയായി കാണുന്നത്. ഗുരുവിന്റെ നിർദ്ദേശങ്ങളെ പാലിക്കാതിരിക്കുന്നത് ഗുരുവിനെ ഒരു സാധാരണ വ്യക്തിയായിട്ട് കാണുന്നു. ഭഗവാന്റെ ഗ്രന്ഥങ്ങളെ കളിയാക്കുന്നത്, ഭഗവാന്റെ വേദശാസ്ത്രങ്ങളെയും ഗീത, ഭാഗവത പുരാണങ്ങളെ കളിയാക്കുന്നത്. 5, നാമത്തിന്റെ മഹാത്മ്യത്തിൽ വിശ്വസിക്കാത്തത്. ആറ്, നാമജപത്തിന് പല പല ഊഹാപോഹങ്ങൾ മെനയുന്നത്. 7, നാമജപത്തിന്റെ ബലത്തിൽ പാപകർമ്മങ്ങൾ ചെയ്യുന്നത്. അത് നാമം ജപിച്ചു കഴിഞ്ഞാൽ പാപകർമ്മങ്ങൾ തീരുമല്ലോ. അതുകൊണ്ട് പാപം ചെയ്യുന്നു, വീണ്ടും നാമം ജപിക്കുന്നു, പാപം ചെയ്യുന്നു, വീണ്ടും നാമം ജപിക്കുന്നു. പിന്നെ പല പല ആചാരാനുഷ്ഠാനങ്ങളും നാമജപത്തിന് തുല്യമാണ് എന്ന് കരുതുന്നു. ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്, വഴിപാട് ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇവിടെ നാമം ജപിക്കേണ്ട ഹോമം ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ നാമജപമായിട്ട് അതിനെ തുല്യപ്പെടുത്തുന്നു. വിശ്വാസമില്ലാത്തൊരു വ്യക്തിക്ക് നാമജപത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്, നാമം ജപിക്കുന്നതിനോടൊപ്പം തന്നെ ഭൗതിക ആസക്തികൾ പുലർത്തുന്നത്. ഇപ്പോ ഈ 10 അപരാധങ്ങൾ നാമ അപരാധത്തിന്റെ ലിസ്റ്റിലാണ് വരുന്നത്. പിന്നെ ഏറ്റവും ആദ്യം പറഞ്ഞത് വൈഷ്ണവ അപരാധം. ഈ അപരാധങ്ങളിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഈ അപരാധങ്ങളിൽ നിന്നും നമ്മൾ ശ്രദ്ധിക്കുക. ഇതിനെ ചൈതന്യ മഹാപ്രഭു കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുന്നു. ശില പ്രഭുപാദജി വിശദീകരിക്കുന്നു. ഒരുപാട് ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നവർ, ഒരുപാട് എനിക്ക് ഇത്രയും ആൾക്കാർ വേണം, എനിക്ക് ഒരുപാട് ആൾക്കൂട്ടത്തെ ഇഷ്ടപ്പെടുന്നവർ, അതായത് ആൾക്കൂട്ടങ്ങളുടെ ശ്രദ്ധ, അതായത് അംഗീകാരം, ബഹുമാനം, അംഗീകാരം ആഗ്രഹിക്കുന്നത്, ഇത് കൂടാതെയുള്ള അപരാധമാണ്. അതായത് നമ്മുടെ ഭക്തിക്ക് തടസ്സമായിട്ട് വരാനുള്ള കാരണങ്ങളാണ്. ബഹുമാനം, ബഹുമതി ആഗ്രഹിക്കുന്നത്, ഭഗവാന്റെ സേവനം ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ മോക്ഷം ആഗ്രഹിക്കുന്നത്, ഭൗതിക ജീവിതത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നു, പക്ഷെ സേവനത്തിൽ താല്പര്യമില്ല. 4 യമനിയമങ്ങൾ തെറ്റിക്കുന്നത്. അന്നേരം നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. അതായത് നമ്മൾ ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ നിൽക്കാതെ നമ്മൾ മാറി നിൽക്കാനുള്ള കാരണം ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. മനസ്സിലായില്ലേ? നമ്മൾ ഈ അപരാധങ്ങളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ത കൂട്ടായ്മയിൽ നിൽക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇത് ക്ലിയറായി എല്ലാവർക്കും? എങ്ങനെയുണ്ട്? വളരെ ഡീപ്പല്ലേ? അപ്പോൾ നമ്മുടെ ഉള്ളിലെ ഭക്തിയെ വളരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെയാണ് ഇവിടെ പഠിപ്പിച്ചത് ചൈതന്യ മഹാപ്രഭു. വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അതായത് എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തൊക്കെ, ഇത് കൂടാതെ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നും ചൈതന്യ മഹാപ്രഭു പറയുന്നു.
അത് ഇതുവരെ പറഞ്ഞത് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള അപരാധങ്ങളാണ്. പക്ഷെ ഇത് കൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടെ ചൈതന്യ മഹാപ്രഭു പറയുന്നു. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എല്ലാം റെഡിയാണോ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതോ ഇവിടെ നിർത്തിയിട്ട് ഉച്ചയ്ക്ക് തുടങ്ങുന്നോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? പറയൂ. ചർച്ച തുടരാം. എന്ത് പറയുന്നു നിങ്ങൾ? കമൻസിലിടൂ. അതോ നമ്മളിവിടെ നിർത്തിയിട്ട് ഉച്ചയ്ക്ക് കണ്ടിന്യൂ ചെയ്യുന്നു? ഉച്ചയ്ക്ക് 2 മണിക്ക് നമുക്ക് കാണാം വീണ്ടും. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇത് കൂടാതെ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത അപരാധങ്ങൾ കൂടാതെ, അതായത് നമ്മൾ പറയുന്നില്ലേ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയത്തില്ലേ? അതായത് ഒരു രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടിയും രോഗം വരാതെ നോക്കുക എന്നതാണല്ലോ. അങ്ങനെയുള്ള ചില മുൻകരുതലുകൾ, അപരാധങ്ങൾ വരാതെ നമ്മൾ എങ്ങനെ സൂക്ഷിക്കാം, അതല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതാണ് ഇനി പറയുന്നത്. ഇതുവരെ പറഞ്ഞത് എല്ലാം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഭക്തിക്ക് തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തിരിക്കുകയാണ്. അന്നേരം ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. എന്താണ് ഭക്തിയിൽ നമ്മൾ ഇത് കൂടാതെ നമ്മൾ ഇനി എടുക്കേണ്ട മുൻകരുതലുകൾ നോക്കാം. എന്തൊക്കെയാണ്? ഒരു ഭക്തന് പരിശുദ്ധ ഭക്തിയിലേക്ക് സഞ്ചരിക്കുന്ന ഭക്തന് ആദ്യം വേണ്ടുന്നത് ഭക്തിയിൽ പുരോഗമിക്കാനുള്ള ആഗ്രഹമല്ലാതെ വേറൊരു ആഗ്രഹവും പുലർത്താൻ പാടില്ല. അതായത് ഭക്തിയിൽ പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഭക്തിയിൽ പുരോഗമിക്കാൻ മാത്രമായിരിക്കണം ആഗ്രഹിക്കുന്നത്, വേറൊന്നും ആഗ്രഹിക്കരുത്. അത് വളരെ കോമൺ സെൻസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മൾ പരിശുദ്ധ ഭക്തരാകാനാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെങ്കിൽ അത് തന്നെയായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. വേറൊരു ആഗ്രഹങ്ങളും സൂക്ഷിക്കാൻ പാടില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് നമ്മുടെ ലക്ഷ്യം ഗോലോക വൃന്ദാവനമാണെങ്കിൽ അത് തന്നെയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അതിന് ചില നിർദ്ദേശങ്ങൾ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. എന്താണെന്നറിയാം? മറ്റ് ഒരു ദേവന്മാരെയും ആരാധിക്കാൻ പാടില്ല. മറ്റൊരു ദേവനെയോ ദേവതയോ വളരെ ആഴത്തിൽ നമ്മൾ ആരാധിക്കാൻ പാടില്ല. എന്തിനേറെ പറയുന്നു? ഭഗവാൻ കൃഷ്ണന്റെ അല്ലാതെ കൃഷ്ണന്റെ വേറൊരു രൂപത്തെ പോലും ആരാധിക്കാൻ പാടില്ല. ആരാ പറയുന്നത്? ചൈതന്യ മഹാപ്രഭു പറയുകയാണ്. അത് നമ്മുടെ ലക്ഷ്യം ഗോലോകമാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ കൃഷ്ണനായിരിക്കണം. വേറെ കൃഷ്ണന്റെ ഒരു രൂപത്തിനോട് പോലും നമുക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് പാടില്ല. അന്നേരം പിന്നെ ദേവന്മാരെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹരേ കൃഷ്ണ. പിന്നെ രണ്ടാമത് ഭഗവാൻ പറയുന്നത്, ചൈതന്യ മഹാപ്രഭു പറയുന്നത്, കാരണം ഇതൊക്കെ നമ്മുടെ ഭക്തിയിൽ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുന്ന കാര്യങ്ങളാണെന്ന് പറയുന്നു. ഒരിക്കലും ഭക്തിയിൽ ഊഹാപോഹങ്ങൾ പാടില്ല. നമ്മുടേതായിട്ടുള്ള ചിന്തകൾ മെനഞ്ഞുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. എന്താണോ ഗുരുശിഷ്യ പരമ്പരയിലൂടെ ലഭിക്കുന്നത് അതനുസരിച്ച് ഫോളോ ചെയ്യുക. ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ഭക്തിയിലൂടെ, മൂന്നാമത് പറയുന്നു, നമുക്ക് ഇത് വേണം അത് വേണം അതൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. അതായത് നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യുന്ന ജപം, ഭഗവാന് വേണ്ടി ചെയ്യുന്ന സേവനത്തിലൂടെ പകരമായിട്ട് നമ്മളൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? അതായത് ഭക്തിയിൽ പുരോഗമിക്കാൻ
ഭക്തിയിൽ പുരോഗമിക്കാനുള്ള ആഗ്രഹം മാത്രമേ നമ്മുടെ ഉള്ളിൽ പാടുള്ളൂ, അതല്ലാതെ വേറൊന്നും പാടില്ല. ഇത് ക്ലിയർ ആയല്ലോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ഇതിൽ? ഇനി രണ്ടാമത് പറയുന്നത് ചൈതന്യ മഹാപ്രഭു ശാരീരിക ആവശ്യകതകളെ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുന്നോ അത്രത്തോളം കുറയ്ക്കണം. ശരീരത്തിനെയും ആത്മാവിനെയും പിടിച്ചു നിർത്താൻ വേണ്ടി എത്രത്തോളം ആവശ്യകതയുണ്ടോ അത്രത്തോളം നോക്കിയാൽ മതി. ഒരുപാട് സുഖഭോഗങ്ങളുടെ പുറകെ പോകരുത്. ഇന്ദ്രിയങ്ങളെയെല്ലാം, അടുത്ത മൂന്നാമത് പറയുന്നു, ഇന്ദ്രിയങ്ങളെയെല്ലാം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ക്ലിയറായോ? ഇനി നാലാമത് പറയുന്നു, സ്വന്തം ആസ്വാദനത്തിന് വേണ്ടി മോക്ഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മോക്ഷത്തെ എല്ലാം ത്യജിക്കണം. എന്തൊക്കെയാണ്? സായുജ്യം, ഭഗവാന്റെ ലോകത്ത് പോകാൻ ആഗ്രഹിക്കുന്നത്, ഭഗവാനെ പോലെ ഒരു രൂപം ലഭിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ആഗ്രഹം പോലും ഹൃദയത്തിൽ വെക്കാൻ പാടില്ല. അന്നേരം നമ്മൾ വിചാരിക്കുക, അതെന്താ ചൈതന്യ മഹാപ്രഭു അങ്ങനെ പറയുന്നത്? പിന്നെ നമുക്ക് ഗോലോകത്ത് പോകാൻ ആഗ്രഹം വേണ്ടേ? അന്നേരം മഹാപ്രഭു പറയുന്നത്, ഗോലോകത്ത് പോകാൻ ആഗ്രഹം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യുന്നില്ലെങ്കിൽ സേവനത്തിനായിരിക്കണം ആഗ്രഹം വേണ്ട, ഗോലോകത്ത് പോകാനല്ലെന്ന്. ഭഗവാന്റെ സേവനം ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഗോലോകത്ത് പോകും. അല്ലാതെ ഭഗവാന്റെ ലോകത്ത് പോകാൻ മാത്രം ആഗ്രഹമുണ്ട്, സേവനം ചെയ്യുന്നില്ല എങ്കിൽ അത് നമ്മുടെ ഭക്തിക്ക് തടസ്സമാണ്. അതായത് നമ്മുടെ ഉള്ളിലെ ഗോലോകത്തിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നു, ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഗോലോകത്ത് എത്തിയാൽ മതി, ആ ഒരു ചിന്താഗതി. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഭഗവാന്റെ സേവനം ചെയ്യുന്നു, ആ സേവനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ഗോലോകത്ത് എത്താൻ കഴിയുന്നത്. കാരണം അവിടെ ചെന്നാലും സേവനമാണ് ചെയ്യേണ്ടത്. നമ്മൾ എല്ലാ ടെൻഷനിൽ നിന്നും മാറാനാണ് ആഗ്രഹിക്കുന്നത്. അന്നേരം നമ്മൾ ഭഗവാന് ടെൻഷൻ കൊടുക്കാൻ നോക്കുകയാണ് അവിടെ. നമ്മുടെ വിചാരം ഗോലോകത്ത് ഇന്ന് ചുമ്മാ ഇങ്ങനെ ഇരിക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക. അതുകൊണ്ട് ഒരു യഥാർത്ഥ ഭക്തൻ ഒരു തരത്തിലുള്ള മോക്ഷം പോലും ആഗ്രഹിക്കുന്നില്ലെന്ന്. ആ ഭക്തന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഭഗവാന്റെ സേവനം. നാമം ജപിക്കുക, സേവനം ചെയ്യുക, നാമം ജപിക്കുക, സേവനം ചെയ്യുക. ഇനി ഭഗവാൻ നേരിട്ട് വന്നിട്ട് നമുക്ക് ഗോലോകത്ത് വന്ന് പറഞ്ഞാൽ, ഭഗവാൻ എൻ്റെ സേവനം കഴിഞ്ഞിട്ടില്ല, സേവനം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട് മഹാപ്രഭുവിന്റെ ശിക്ഷണങ്ങൾ? ഇപ്പൊ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ, അയ്യോ വേണ്ടായിരുന്നു, ഇത്രയ്ക്ക് ടഫാണല്ലേ? അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? പക്ഷെ ഇതല്ലേ റിയാലിറ്റി. നമ്മുടെ ഉള്ളിൽ ഒരു രോഗം ഉണ്ടായിട്ട് രോഗമില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിനെക്കാട്ടി നല്ലല്ലേ രോഗമുള്ളത് മനസ്സിലാക്കുക. എങ്കിലല്ലേ ചികിത്സിച്ച് രോഗം ഭേദമാക്കാൻ പറ്റൂ, അല്ലേ? അന്നേരം ഇവിടെ മഹാപ്രഭു പറയുന്നു, ഒരു ഭക്തൻ പൂർണ്ണമായിട്ടും, അടുത്ത പോയിന്റ് പറയുന്നു, ഒരു ഭക്തൻ പൂർണ്ണമായിട്ടും പരിശുദ്ധ ഭക്തിയിൽ മഗ്നനായിട്ടിരിക്കണം. അവന്റെ ഉള്ളിൽ ഭൗതികമായിട്ട് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ഭഗവാൻ പറയുന്നു 2 യക്ഷികളാണെന്ന്. നമ്മൾ ഭക്തിയിൽ പുരോഗമിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ രക്തം ഊറ്റി കുടിക്കാൻ വരുന്ന യക്ഷികളാണ് ഭൗതിക ആഗ്രഹങ്ങളും മോക്ഷത്തിനുള്ള ആഗ്രഹവും. മോക്ഷത്തിലൂടെ സുഖഭോഗങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതും ഭക്തിക്ക് തടസ്സമാണ്. അതുകൊണ്ട് നമ്മുടെ ഭക്തിക്ക് 2 വലിയ തടസ്സമാണ്. ഒന്ന് 2 യക്ഷികളാണ്. ഒന്ന് മോക്ഷവും ഭൗതിക സുഖഭോഗങ്ങളും. ഇതിലൂടെ നമുക്കൊരിക്കലും യഥാർത്ഥ ഭക്തിയുടെ ആനന്ദം അനുഭവിക്കാൻ കഴിയില്ല.
ക്ലിയർ ആയോ എല്ലാവർക്കും? ചർച്ച തുടരാം അല്ലേ? അടുത്തൊരു ഭക്ത പറയുന്നു, ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിക്കാൻ പാടില്ല എന്നാണ് ഗുരു. ചൈതന്യ മഹാപ്രഭു ആരാ? ചൈതന്യ മഹാപ്രഭു ആരാ? കൃഷ്ണൻ തന്നെയല്ലേ? ബാക്കി എല്ലാവരും കൃഷ്ണന്റെ അവതാരങ്ങളാണ്. ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് കൃഷ്ണൻ തന്നെയാണ്. ഒരു പക്ഷേ കൃഷ്ണനെ ആരാധിക്കുന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ സേഫ് ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിക്കുന്നതാണ്. ഒരു ഭക്തൻ പറയുന്നു, ഗൃഹസ്ഥർക്ക് പൂർണ്ണമായും ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമോ ഭഗവാന്? മഹാപ്രഭുവിന്റെ പാർഷദരെ കണ്ടില്ലേ? അവരെല്ലാവരും ഗൃഹസ്ഥരല്ലേ കൂടുതലും. 99% ആൾക്കാരും ഗൃഹസ്ഥരാണ്. നമ്മുടെ ലക്ഷ്യം നമ്മൾ ക്ലിയർ ആക്കുക. ചർച്ച തുടരാം. എന്ത് പറയുന്നു? സൂപ്പർ അല്ലേ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിക്ഷണങ്ങൾ? ഇതുവരെയും കേൾക്കാത്ത ഡെപ്തിൽ തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഭക്തിയുടെ പുരോഗതി 3 തലത്തിലാണെന്ന് പറയുന്നു. നമ്മൾ വിചാരിക്കാറില്ലേ, ഞാൻ ജപിക്കുന്നുണ്ട്, കറക്റ്റാണോ? എന്നായിരിക്കും കൃഷ്ണനെ കാണാൻ പറ്റുന്നത്? എന്നായിരിക്കും എനിക്ക് ഭഗവാന്റെ ഗോലോകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്? അന്നേരം ഭക്തിയുടെ സ്റ്റേജസിനെ കുറിച്ചാണ് ഇനി പറയുന്നത്, ഭക്തിയുടെ തലങ്ങളെക്കുറിച്ച്. റെഡി? ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നവവിധ ഭക്തി. അതിലൂടെയാണ് നമ്മുടെ ഉള്ളിൽ ഭക്തിയുടെ ബേസ്മെന്റ് സ്ട്രോങ് ആവുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മുടെ ഉള്ളിലെ ഭക്തി സ്ട്രോങ് ആവുന്നത് നവവിധ ഭക്തിയിലൂടെയാണ്. എന്താണ്? ശ്രവണം, കീർത്തനം, സ്മരണം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം. അന്നേരം ഭഗവാനെക്കുറിച്ച് കേൾക്കുക, ഭഗവാനെക്കുറിച്ച് സംസാരിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവത് സ്മരണയിലിരിക്കുക, ഭഗവാന്റെ വിഗ്രഹ സേവ ചെയ്യുക, ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുക, ഭഗവാന്റെ ഒരു ദാസനായിട്ട് എപ്പോഴും കരുതുക, ഭഗവാന് വേണ്ടി പ്രചരണം ചെയ്യുക. അതാണ് സാഖ്യത്തിൽ വരുന്നത്. പിന്നെ നമ്മുടെ എല്ലാം, സർവസ്വം, നമ്മുടെ ശരീരം, മനസ്സ്, വാക്ക് എല്ലാം പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്തുക. നമ്മുടെ സർവസ്വം ഭഗവാന് വേണ്ടി കൊടുക്കുക. അതാണ് ആത്മനിവേദനം. ഇതിലൂടെയാണ് ഭക്തി തുടങ്ങുന്നത്. ഈ നവവിധ ഭക്തി പരിശീലിക്കുമ്പോഴാണ് നമ്മൾ ഭക്തിയുടെ ഫൗണ്ടേഷൻ റെഡിയാവുന്നത്. ഇതിൽ നമ്മൾ എത്രത്തോളം പുരോഗമിക്കുന്നു, എത്രത്തോളം നന്നായി നമ്മൾ ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നു, എത്രത്തോളം നന്നായി നമ്മൾ ഭഗവാനെക്കുറിച്ച് സംസാരിക്കുന്നു, ഭഗവാന്റെ നാമം ജപിക്കുന്നു, നമ്മൾ എത്രത്തോളം ശ്രദ്ധ ഭഗവാന്റെ വിഗ്രഹ സേവയിൽ ചെയ്യുന്നു, അങ്ങനെ ഈ ആത്മനിവേദനം ഉൾപ്പെടെ എല്ലാം ഈ നവവിധ ഭക്തി 9 തരത്തിലുള്ള ഭഗവാന്റെ സേവനങ്ങൾ അതിലെത്രത്തോളം ക്വാളിറ്റി കൂടുന്നുവോ അതിനനുസരിച്ച് നമുക്ക് സാക്ഷാത്കാരങ്ങൾ ലഭിക്കും. അന്നേരം ഭക്തിയുടെ തുടക്കം ഈ നവവിധ ഭക്തിയിലൂടെയാണ്. അതിൻ്റെ അടുത്ത തലത്തിൽ ആ സാക്ഷാത്കാരങ്ങൾ കിട്ടിത്തുടങ്ങും. അതായത് നമ്മൾ ഭഗവാനെക്കുറിച്ച് കേട്ട് നമുക്ക് ഭഗവാനോട് കുറിച്ച് കേൾക്കാനുള്ള ആനന്ദം വർദ്ധിക്കും. മനസ്സിലായി? അന്നേരം ആ ആനന്ദം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഭഗവാനെക്കുറിച്ചുള്ള സാക്ഷാത്കാരങ്ങൾ കിട്ടിത്തുടങ്ങും. അങ്ങനെ സാക്ഷാത്കാരം കിട്ടി 3ാമത്തെ തലത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അത് പ്രേമമായിട്ട് മാറും, കൃഷ്ണപ്രേമമായിട്ട്. അതായത് പഞ്ചസാര കട്ടിക്കിരിക്കുന്ന പഞ്ചസാരയാണ്. അത് ഉരുക്കി അതിങ്ങനെ കട്ടി പിടിക്കത്തില്ല. അന്നേരം അതിൻ്റെ ആ മാധുര്യം അങ്ങോട്ട് കൂടിക്കൊണ്ടേയിരിക്കും. അതേപോലെ കൃഷ്ണപ്രേമം എത്തിയാലും അവിടെ തീരുന്നില്ല. കൃഷ്ണപ്രേമം മുതൽ ഭക്തി തുടങ്ങുകയാണ്.
അന്നേരം ആ കൃഷ്ണപ്രേമത്തിന് തന്നെ 3 തലങ്ങളുണ്ട്. സ്നേഹം, മാനം, പ്രണയം. കൃഷ്ണപ്രേമം ഫൈനലല്ല. കൃഷ്ണപ്രേമം കഴിഞ്ഞിട്ട് 3 തലങ്ങളുണ്ട് കൃഷ്ണപ്രേമത്തിന്. സ്നേഹം, മാനം, പ്രണയം. അന്നേരം എന്താണ് ഈ സ്നേഹം, മാനം, പ്രണയം? സ്നേഹം എന്ന് പറഞ്ഞാൽ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകളിൽ ഹൃദയം അങ്ങോട്ട് ഉരുകും. അത് കൃഷ്ണപ്രേമത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്ന സ്റ്റേജാണ്. നമ്മൾ പൊതുവെ സ്നേഹം, പ്രണയം എല്ലാം ഒന്നായിട്ടാണ് കാണുന്നത്. പക്ഷെ കൃഷ്ണപ്രേമത്തിൻ്റെ ഹയർ സ്റ്റേജാണ് സ്നേഹം. അന്നേരം അതിൽ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോഴേ ഹൃദയം അങ്ങോട്ടങ്ങ് ഉരുകാൻ തുടങ്ങുന്നുള്ളൂ. അതിനെയാണ് സ്നേഹം എന്ന് പറയുന്നത്. ഹൃദയം ഉരുകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു വേദന ഇങ്ങനെ വരുമെന്നാണ്. മനസ്സിലായല്ലോ? ഒരു ഭഗവാനെക്കുറിച്ചുള്ള ഒരു വിരഹത്താൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, അതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇനി മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണപ്രേമത്തിന്റെ കുറച്ചും കൂടെ ഉയർന്ന അവസ്ഥയാണ് മാനം. മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലെ സ്നേഹം ഒതുക്കി പിടിച്ചിട്ട് ഭഗവാനോട് ദേഷ്യം കാണിക്കും. അതായത് കൃഷ്ണ വരുമ്പോഴത്തെ പിന്നെ വലിയൊരു കൃഷ്ണൻ വന്നിരിക്കുന്നു, നീ മാത്രമേ ഉള്ളല്ലേ നമുക്ക്. ഇതൊക്കെ ഗോപിയമാരുടെ സ്റ്റേജ് ആട്ടോ. നമ്മൾ ദൈവീത അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ അതിന്റെ അടുത്ത് പോലും എത്തിയിട്ടില്ല. നമ്മൾ ഈ നവവിധ ഭക്തി പോലും തുടങ്ങിയിട്ടില്ല. ഇതൊക്കെ ഗോപിയന്മാരുടെ സ്റ്റേജസ് ആണ്. അന്നേരം ഭഗവാനെ സ്നേഹിക്കുന്ന ഗോപിക ഹൃദയം എപ്പോഴും ഇങ്ങനെ വിരഹത്താൽ ഇങ്ങനെ ഉരുകിക്കൊണ്ടേയിരിക്കും. ഭഗവാനുമായിട്ട് മാനം എന്ന കൃഷ്ണപ്രേമമുള്ള ഗോപിക ഭഗവാന്റെ മുമ്പിൽ സ്നേഹമൊന്നും കാണിക്കത്തില്ല, എന്നിട്ട് ദേഷ്യം കാണിക്കും. എന്നിട്ട് രാധാറാണിക്ക് ഇതെല്ലാം മൊത്തത്തിലുണ്ടെന്നുള്ളതാണ്. എന്നാൽ രാധാറാണിയിൽ നിന്നാണല്ലോ ഈ ഭക്തി എല്ലാം വരുന്നത്. അന്നേരം ആ മാനത്തിന്റെ സ്റ്റേജിൽ ഇരിക്കുന്ന ഭക്തി, വന്നിരിക്കുന്നു കൃഷ്ണൻ, കൊള്ളാം, ഇത്രയും നേരം എവിടെയായിരുന്നു എന്നാ പറഞ്ഞ, അത് നിന്നെ കാണാൻ വേണ്ടി. പിന്നെ എനിക്ക് നിന്നെ കാണുകയൊന്നും വേണ്ട, നീ പൊയ്ക്കോ വിടുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു ദേഷ്യം പ്രകടിപ്പിക്കും. അതിനെയാണ് മാനം എന്ന് പറയുന്നത്. ഇനി പ്രണയം എന്ന് പറയുന്നത് അത് വേറെയാണ്. അന്നേരം സ്നേഹം വേറെ, മാനം വേറെ, പ്രണയം വേറെ. പ്രണയത്തിന്റെ അവസ്ഥയിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബഹുമാനമോ ബഹുമതിയോ ഒട്ടും അംഗീകരിക്കത്തില്ല. ഭഗവാന്റെ ഒരു ദാസിയായിട്ട് ഇങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാലോചിച്ച് നോക്കും. ഈ കൃഷ്ണപ്രേമത്തിന്റെ 3 തലങ്ങളാണിത്. ഇനി ഈ 3 തലത്തിനും 4 സ്റ്റേജസ് ഉണ്ട്. ഹരേ കൃഷ്ണ. അതായത് സ്നേഹം, മാനം, പ്രണയം, ഇതിന് വീണ്ടും സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. എന്നാണ് ഫസ്റ്റ് സ്റ്റേജ്? അന്നേരം നമ്മൾ പൊതുവെ ആർക്കും രോഗം വരാതിരിക്കട്ടെ, പക്ഷെ രോഗങ്ങൾക്ക് പല സ്റ്റേജ് ഉണ്ടല്ലോ. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്, അങ്ങനെ ഫൈനൽ സ്റ്റേജ്. അതേപോലെ കൃഷ്ണപ്രേമത്തിന് ഫസ്റ്റ് സ്റ്റേജ്. കൃഷ്ണപ്രേമം ഒരു രോഗമാണല്ലോ, കൃഷ്ണരോഗം. അന്നേരം കൃഷ്ണനാകുന്ന രോഗത്തിന്റെ സ്റ്റേജസ് ഉണ്ട്. അന്നേരം കൃഷ്ണപ്രേമം എത്തുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. പക്ഷെ ആ കൃഷ്ണപ്രേമം ഈ മധുരം പഞ്ചസാര ഇങ്ങനെ കുറുക്കി കുറുക്കി കട്ടി പിടിക്കുന്ന പോലെ, അതൊരു നല്ലൊരു പാനയം പോലെ ആക്കുന്നത് പോലെ, അത് മധുരം ഇങ്ങനെ, അതായത് ശർക്കര ഇങ്ങനെ കുറുക്കി 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 അല്ലേ, ശർക്കര അങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതേപോലെ ഭഗവാനോടുള്ള ആ പ്രേമം കട്ടി പിടിക്കുന്ന ഒരു അവസ്ഥയാണ്. അതൊരു ഈ മാനം, പ്രണയം, സ്നേഹം, ഇത് 3 തലത്തിലായിട്ട് കൃഷ്ണപ്രേമം വരും. എന്നിട്ട് ഈ 3നും വീണ്ടും 4 സ്റ്റേജസ് ഉണ്ട്. അതിനി എന്തൊക്കെയാവോ? ഒന്ന് രാഗം. രാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനോട് ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ആസക്തി, കൃഷ്ണനോട് ഭയങ്കര അറ്റാച്ച്മെന്റ്.
അത് ഉള്ളിൻ്റെ ഉള്ളിലാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു സ്നേഹം കൃഷ്ണനുള്ള, അതാണ് രാഗ എന്ന് പറയുന്നത്. അത് അനുരാഗമായി മാറുന്നത് എപ്പോഴാണ്? ആ ഉള്ളിലെ സ്നേഹം പുറത്ത് പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ. അത് അതായത് രാഗത്തിന്റെ അടുത്ത സ്റ്റേജ് അനുരാഗം. മനസ്സിലാവുന്നുണ്ടോ? ഉള്ളില് രാഗം എന്ന് പറഞ്ഞാൽ ഉള്ളില് ഭഗവാനോട് വലിയ അതീന്ദ്രിയ സ്നേഹമുണ്ട്. അനുരാഗമായിട്ട് മാറുന്ന എപ്പോഴാ? ആ സ്നേഹം അടുത്ത സ്റ്റേജിലേക്ക് എത്തുമ്പോൾ, കൂടുതൽ ഭഗവാനോട് അറ്റാച്ച്മെന്റ് വരുമ്പോൾ അതിനെ അനുരാഗം എന്ന് പറയും. ഈ അനുരാഗം തന്നെ ഭാവമായിട്ട് മാറും. ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ കൺട്രോൾ വിടുന്ന അവസ്ഥ, അതിനെയാണ് ഭാവം എന്ന് പറയുന്നത്. കണ്ണീർ തുടർച്ചയായിട്ട് നിർത്താൻ പറ്റാതെ കണ്ണീര് വരുന്നത്, രോമാഞ്ചം ഉണ്ടാവുന്നത്, ബോധം കെട്ട് വീഴുന്നത്, അതൊക്കെ അതിനെയാണ് ഭാവം എന്ന് പറയുന്നത്. ഈ ഭാവത്തിന്റെ ഏറ്റവും ഹയസ്റ്റ് ആണ് മഹാഭാവം. ആ മഹാഭാവം ഒരേ ഒരാൾക്കേ ഉള്ളൂ, അത് രാധാറാണിക്ക്. നമുക്ക് ഭാവം എന്ന് പറയുന്ന ആ സ്റ്റേജ് വരെ എത്താൻ കഴിയും. കൃഷ്ണപ്രേമത്തിന്റെ മാക്സിമം നമുക്ക് എത്താൻ പറ്റുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഭാവമാണ്. പക്ഷെ രാധാറാണിയുടെ സ്റ്റേജാണ് മഹാഭാവം. ഇന്നലെ നമ്മൾ പഠിച്ചില്ലേ, ചൈതന്യ മഹാപ്രഭുവിന്റെ ശരീരം നീണ്ടങ്ങ് പോകുന്നു, ഒരു പ്രത്യേക അവസ്ഥയിൽ പോകുന്നു. ഇതെല്ലാം രാധാറാണിയുടെ സ്റ്റേജസ് ആണ്. ഹരേ കൃഷ്ണ. എങ്ങനെയുണ്ട്? സൂപ്പറായില്ലേ? ചർച്ച തുടരണോ അതോ നമുക്കിവിടെ നിർത്തണോ? നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിവിടെ നിർത്താം. ചർച്ച തുടരാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇത് കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷെ നമുക്കൊരു ഐഡിയ കിട്ടാൻ ഇനിയും നമ്മൾ എത്രയോ ദൂരെ ഇനിയും സഞ്ചരിക്കാറുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഇനിയൊന്നും നേടാനില്ല, എല്ലാം ഞാൻ റെഡി കഴിഞ്ഞു, ഇനി മരണം കാത്തു നിൽക്കുകയാണ്, മരണം എത്തുമ്പോൾ ഞാൻ നേരെ ഗോലോകത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മളെല്ലാവരും നമ്മളെ ഉണർത്താൻ വേണ്ടിയാണ് ഇനി എത്രയോ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്, നമ്മൾ എങ്ങും തുടങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിത് പഠിക്കുന്നത്. ഓക്കെ, അന്നേരം ഈ ഉയർന്ന അവസ്ഥയിലേക്ക് ഭാവം, കൃഷ്ണപ്രേമത്തിന്റെ ഭാവം, എന്നിട്ട് ഇങ്ങനെ ഓരോരോ സ്റ്റേജസ് ആണല്ലോ ഭക്തിയുടെ. അതായത് ഈ സ്റ്റേജസിലൂടെ പോകുന്ന ഭക്തരുടെ ലക്ഷണങ്ങൾ, അതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ആ ഭക്തി രസം അവരെങ്ങനെയാണ് ആസ്വദിക്കുന്നത്? അതിൽ ആദ്യത്തെ രസം എന്ന് പറഞ്ഞത് സ്ഥായി ഭാവം. സ്ഥായി ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നു. അതാണ് ഭക്തിരസത്തെ ആസ്വദിച്ച ഒരു ഭക്തന്റെ ആദ്യത്തെ ലക്ഷണം, സ്ഥായി ഭാവം. സ്ഥായി ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വീഴ്ച സംഭവിക്കത്തില്ല, ഒരിക്കലും അധപ്പതനം സംഭവിക്കത്തില്ല,
ഭൗതികമായിട്ട് ഒരു കാര്യത്തിനും താല്പര്യമില്ലാത്തതാണ് ആദ്യത്തെ ലക്ഷണം. പിന്നെ ഇത് കൂടാതെ പലതരത്തിലുള്ള ലക്ഷണങ്ങളും കണ്ടുകൂടും. വൈഭവ, അനുഭാവ, സാത്വിക. എന്നിട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭക്തിയുടെ ലക്ഷണങ്ങളാണ്. വൈഭവം എന്ന് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ അവർ ഭക്തിയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നു. ചില സമയത്ത് ആ പൂർണ്ണമായിട്ടും ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല, പക്ഷെ ചില സന്ദർഭങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ കാണിക്കുന്നു. പിന്നെ സാത്വിക ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആ രസത്തിൽ തന്നെ മുങ്ങിയിരിക്കുന്നു. പിന്നെ വ്യഭിചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാ ഭാവത്തിൽ വരുന്ന എപ്പോഴാ വരാതിരിക്കുന്ന ഒന്നും പറയാൻ കഴിയില്ല. ഓക്കെ, ഇനി ഈ ഭക്തിരസത്തെ പ്രകടിപ്പിക്കുന്നതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്ന് ഭഗവാൻ, രണ്ട് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടത്. ഈ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഭക്തിരസങ്ങളെ പ്രകടിപ്പിക്കുന്നതിന് മെയിൻ കാരണം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഭക്തി, അതീന്ദ്രിയ ഗുണങ്ങൾ. അത് ചിലപ്പോൾ ഒരു ഭക്തന്റെ ഗുണങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഭക്തി രസങ്ങൾ പ്രകടമാകും, അല്ലെങ്കിൽ ഭക്തിയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. ഓക്കെ, ഇനി ഒരു പുറമേ ഉള്ള വ്യക്തിക്ക് ഈ കൃഷ്ണ ഭക്തിരസം എങ്ങനെ അറിയാൻ കഴിയും? അതായത് ഉള്ളിലെ കൃഷ്ണഭക്തി ഒരു ഭക്തൻ എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്? ഒന്ന് നൃത്തം ചെയ്യുന്നതിലൂടെ, തറയിൽ കിടന്ന് ഉരുളുന്നതിലൂടെ, ഭഗവാനെക്കുറിച്ച് പാടുന്നതിലൂടെ, കൈകൊട്ടുന്നതിലൂടെ, പിന്നെ രോമാഞ്ചം വരുന്നതും വിറയ്ക്കുന്നതും കോട്ടുവായിടുന്നതും വളരെ വേഗത്തിൽ ശ്വാസം എടുക്കുന്നതും ചുറ്റുപാടുമുള്ള എല്ലാത്തിനെയും മറക്കുന്നതും ഉറക്കെ ചിരിക്കുന്നതും ബോധം കെട്ട് വീഴുന്നതും തുമ്മുന്നതും. അതിൻ്റെ അർത്ഥം തുമ്മുന്ന എല്ലാവരും ഭക്തിയിലാണെന്നല്ല, ചിരിക്കുന്ന എല്ലാവരും ഭക്തിയിലാണെന്നല്ല. പക്ഷെ പൊതുവെ ഭക്തിയുടെ ലക്ഷണങ്ങൾ ഇങ്ങനെയാണ് കണ്ടു തുടങ്ങുന്നത്. ഭക്തിയുടെ പുരോഗതി പുറമെ, അതായത് അവരുടെ ശരീരത്തിലുള്ള കൺട്രോൾ അവർക്ക് പോകുന്ന ഒരവസ്ഥ. ആരും കോപ്പി ചെയ്യാൻ നോക്കരുത്. ഓ, ഇതൊക്കെയാണല്ലേ, എങ്കിൽ ഇനി മുതൽ ഞാൻ ഇതൊക്കെ തന്നെ ഫോളോ ചെയ്യും. ആന വാതുറക്കുന്ന പോലെ അണ്ണൻ വാതുറക്ക. ഇത് ഉള്ളിൽ ഒറിജിനലായിട്ട് വരുമ്പോൾ തനിയെ അത് പുറത്തു വരും. ഓക്കെ, ഉള്ളില് അത് വരണം, അതാണ് മെയിൻ. ഉള്ളിൽ വരുന്നതാണ് ഒറിജിനൽ. പുറമെ ആർക്കും അഭിനയിക്കാൻ കഴിയും, അല്ലേ? ഇപ്പോൾ നമ്മുടെ ജഗതി ചേട്ടൻ തന്നെ നല്ല രീതിയിൽ ജ്യോത്സ്യനായിട്ടും ഗുരുവായ സ്വാമിയായിട്ടും ഒക്കെ അഭിനയിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം ഉടനെ ആൾ അതായെന്നാണോ? അല്ലല്ലോ. ഇനി ഭഗവാനുമായിട്ടുള്ള ബന്ധം ഏതൊക്കെ രീതിയിലാണ്? അത് നമുക്ക് ഇതിനു മുമ്പേ പഠിച്ചിട്ടുണ്ട്. ശാന്തരസം, ദാസ്യരസം, സാഖ്യരസം, വാത്സല്യരസം, മാധുര്യരസം. ഈ 5 രസങ്ങളിലൂടെ നമുക്ക് ഭഗവാന്റെ സേവനം ചെയ്യാൻ കഴിയും. ഇപ്പോഴല്ല, ഇപ്പോൾ നമ്മൾ എങ്ങും തുടങ്ങിയിട്ടില്ല. പക്ഷെ നമ്മൾ ഗോലോകത്ത് ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതിലെ ഏതെങ്കിലും ഒരു രസത്തിലൂടെ ആയിരിക്കും ഭഗവാന്റെ സേവനം ചെയ്യുന്നത്. പിന്നെ ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ പ്രാഥമിക രസവും ദ്വിതീയ രസങ്ങളും ഉണ്ട്. എന്താണ് ദ്വിതീയ രസങ്ങൾ? ഭഗവാനുമായിട്ട് ചിരിക്കുന്നത്, ഭഗവാന്റെ ദർശനം കിട്ടുന്നത്,
ഭഗവാന്റെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരു വീര്യം അനുഭവിക്കുന്നത്, പിന്നെ കാരുണ്യം തോന്നുന്നത്, ക്രോധം തോന്നുന്നത്, ഇങ്ങനെ അതായത് നമ്മുടെ ഇമോഷൻസ് കൂടുതലും ഭഗവാനുമായിട്ട് കണക്റ്റ് ആവുന്നതിനെയാണ് ദ്വിതീയ രസങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം ചൈതന്യ മഹാപ്രഭു പറഞ്ഞു കൊടുത്താൽ ഒന്ന് ആലോചിച്ച് നോക്കണം, എത്ര ഡീപ്പാണ് നോക്കുന്നത്. ഭഗവാൻ കൃഷ്ണനുമായിട്ട് നമുക്ക് രണ്ട് തരത്തിലുള്ള ആസക്തി ഉണ്ടാകാൻ പറ്റുന്നത്. ഒന്ന് ആദരവും ബഹുമാനത്തോടു കൂടിയുള്ള ഭക്തി. ആദരവും ബഹുമാനത്തോടു കൂടിയുള്ള ഭക്തി അതെവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? മധുര, ദ്വാരക, വൈകുണ്ഠ ലോകങ്ങൾ. അവിടെ ഭഗവാനെ സ്നേഹിക്കാൻ കഴിയില്ല, പക്ഷെ ഭഗവാനോട് ബഹുമാനവും ഭയഭക്തിയായിരിക്കും കൂടുതൽ. അന്നേരം ഇവിടെ ആ ആദരവും ബഹുമാനത്തോടു കൂടി നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യുമ്പോൾ നമ്മൾ ഒരു ദാസ്യരസത്തിൽ ആണ് കൂടുതൽ അത് ചെയ്യാൻ കഴിയുന്നത്. ഇതാണ് ഒരു തരത്തിലുള്ള ആസക്തി, ഭഗവാനോടുള്ള ആദരവും ബഹുമാനവും ആ ഒരു ഭാവത്തോടു കൂടി ഭഗവാന്റെ സേവനം ചെയ്യുന്നത്. എന്നാൽ രണ്ട് രീതിയിൽ ഭഗവാനോട് ആസക്തി വരാം. ഇനി ആദ്യത്തെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തത് ഭഗവാനെ സ്വന്തം സുഹൃത്തായിട്ട് കാണുന്നു, ഭഗവാനെ മകനായിട്ട് കാണുന്നു, ഭഗവാനെ കാമുകനായിട്ട് കാണുന്നു. ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ആസക്തിയാണ് ഭഗവാനായിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഭക്തിയിൽ, കൃഷ്ണാവബോധത്തിൽ നമ്മൾ ഉറച്ചു എന്ന് നമുക്ക് എങ്ങനെ ബോധ്യപ്പെടാം? അതിൻ്റെ ലക്ഷണങ്ങൾ, ഭക്തിയിൽ ഉറച്ച ഒരു ഭക്തന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിന് 4 കാര്യങ്ങളാണ് ഭഗവാൻ പറയുന്നത്. സമ, തിതീക്ഷ, ധൃതി, ധീര. ഓക്കെ, സമ, തിതീക്ഷ, ധൃതി, ധീര. നമുക്ക് നോക്കാം എന്താണെന്ന്. സമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ്. ഭഗവാൻ കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ, ഭഗവാനാണ് സർവസ്വം എന്ന് മനസ്സിലാക്കിയ വ്യക്തി, അതിന്റെ സാക്ഷാത്കാരം ലഭിച്ച വ്യക്തിക്ക് അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും. തിതീക്ഷ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ അവർക്ക് എപ്പോഴും നിയന്ത്രിക്കാൻ കഴിയും. അന്നേരം ഭഗവാനിൽ ഉറച്ച വ്യക്തിക്ക് ആദ്യം വേണ്ടത് മനോനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം. തിതീക്ഷ എന്ന് പറഞ്ഞാൽ സഹിക്കുക എന്നതാണ്. സഹിക്കുക എന്നതിൻ്റെ അർത്ഥം പ്രധാനമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നത്, അതായത് പല പല യാതനകളും വേദനകളും വരുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ അനിയന്ത്രിതമാവും. അന്നേരം അവിടെ നമ്മൾ ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കണം. ധൃതി എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നാവിനെയും ജനനേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ കഴിവുണ്ടായിരിക്കണം. ഇനി ധീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അവിടുന്ന് വീണ്ടും ഉയർത്തെഴുന്നേക്കാനുള്ള ഒരു കഴിവ്. ഭഗവാന് വേണ്ടി തുടർച്ചയായിട്ട് വിട്ടുകൊടുക്കാൻ മനസ്സ് വിടാതെ ഭഗവാന്റെ സേവനങ്ങളിൽ വീണ്ടും വീണ്ടും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അന്നേരം ഭക്തിയിൽ ഉറച്ച വ്യക്തിയുടെ ലക്ഷണം മനോനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം, നാവിനെ നിയന്ത്രിക്കാൻ കഴിയും, ജനനേന്ദ്രിയത്തിനെ നിയന്ത്രിക്കാൻ കഴിയും, പിന്നെ തുടർച്ചയായിട്ടും ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ്
ഭക്തിയിൽ ഉറച്ച ഒരു ഭക്തന്റെ ലക്ഷണങ്ങൾ. ഇനി ഈ ശാന്തരസം, ദാസ്യരസം, വാത്സല്യം, മാധുര്യം, ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ശാന്തരസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ശാന്തരസത്തിലുള്ള ഭക്തർക്ക് ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് ഡയറക്റ്റ്ലി താല്പര്യം കാണത്തില്ല. അവർ കൂടുതലും ബ്രഹ്മത്തെ ഉപാസിക്കുന്നു, പരമാത്മാവിനെ ഉപാസിക്കുന്നു, അവർ ചിലപ്പോൾ ഭഗവാനെ ഉപാസിക്കുന്നു. പക്ഷേ കൂടുതൽ കൃഷ്ണനുമായിട്ടൊരു അറ്റാച്ച്മെന്റ് വരാത്തവരാണ് ശാന്തരസത്തിൽ. ദാസ്യരസത്തിലുള്ളവർക്ക് ഭഗവാനോട് ഒരുപാട് ആദരവും ബഹുമാനവും തോന്നുന്ന ഭക്തരായിരിക്കും. ഇതിൻ്റെ ഇടയിൽ വേറൊരു രസമുണ്ട്, വിശ്രംഭരസം. വിശ്രംഭരസം എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ടൊരു പേഴ്സണൽ ആസക്തി ഉണ്ടായിരിക്കും. അത് എല്ലാവരുടെ മുമ്പിലും പ്രകടിപ്പിക്കാത്ത ഒരു പേഴ്സണൽ ആസക്തി ഭഗവാനുമായിട്ടുണ്ട്. ഇനി വാത്സല്യരസം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം ചെയ്തേ പറ്റൂ, ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ഭഗവാൻ ആരുണ്ട് എന്നൊരു ഭാവം, അതിനെയാണ് വാത്സല്യരസം എന്ന് പറയുന്നത്. ഇനി മാധുര്യരസം എന്ന് പറഞ്ഞാൽ മാധുര്യരസത്തിൽ ശാന്തരസമുണ്ട്, ദാസ്യരസമുണ്ട്, വിശ്വംഭരസ്യമുണ്ട്, വാത്സല്യരസമുണ്ട്. അങ്ങനെ ചൈതന്യ മഹാപ്രഭു രൂപഗോസ്വാമിക്ക് പറഞ്ഞു കൊടുത്ത ശിക്ഷണങ്ങൾ ഇവിടെ അവസാനിക്കുക. എങ്ങനെയുണ്ട്? സൂപ്പറാണല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഈ ഒരു ഒറ്റ അധ്യായത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇനി എത്രത്തോളം നമുക്കിനി പോകാനുണ്ട് എന്ന് നമുക്ക് പഠിക്കാൻ കഴിയും, അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അന്നേരം ഗൗരഭാഗവത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് നമുക്കിത് കാണാം. എല്ലാവരും ശ്രദ്ധിച്ച് വീണ്ടും വീണ്ടും അത് പഠിക്കുക. ഇനി ഉച്ചയ്ക്ക് 2 മണിക്ക് നമുക്ക് സനാതന ഗോസ്വാമിക്ക്, അന്നേരം ആദ്യത്തെ അധ്യായം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി മുന്നോട്ടുള്ള അധ്യായം എന്തായിരിക്കും? ഇത് തന്നെ നമ്മൾ പഠിച്ചപ്പോഴത്തേക്ക് നമ്മുടെ കിളിപ്പോയ അവസ്ഥയിലാണ് എല്ലാവരും, അല്ലേ? ഇനി അടുത്തത് ഇതിൽ നിന്ന് ഉയർന്ന ശിക്ഷണങ്ങളാണ് ചൈതന്യ മഹാപ്രഭു പഠിപ്പിക്കുന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നില്ല ചൈതന്യ മഹാപ്രഭു ആരാണ്, അല്ലേ? സാക്ഷാൽ ഭഗവാനാണ്, ഇതിൽ വലിയ അത്ഭുതമില്ല. എന്നാലും നമ്മൾ പഠിക്കണം. അതുകൊണ്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് നമുക്ക് കാണാം. എന്നിട്ട് 2 മണിക്ക് ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമിക്ക് എന്തൊക്കെയാണ് പഠിപ്പിച്ചത് എന്ന് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീമതി രാധാറാണി की जय, प्रभुपाद जी की जय, गुरु महाराज की जय, चैतन्य महाप्रभु की जय, नित्यानंद प्रभु की जय, पंचतत्व की जय.